പല പ്രാവശ്യവും ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ദൈവത്തിൻ്റെ ഒരു സൂക്ഷിപ്പുണ്ട്, ഒരു സംരക്ഷണമുണ്ട്. അത് സാധാരണ കണ്ണുകൾ കൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള ഒരാൾ 1000 പേരുടെ ഇടയിൽ നിന്നാലും ആ സംരക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാ ദിവസവും അടയ്ക്കണം. എന്നേലും ഒരു ദിവസം അടയ്ക്കാതിരിക്കുമ്പോഴായിരിക്കും ആ തട്ടുകേട് വരുന്നത്. കണ്ണുകളൊക്കെ നടച്ച കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുവോ, ഞാനൊരു തകർച്ചയുടെ മുമ്പിലാണല്ലോ, ഇനി ഞാൻ എന്തു ചെയ്യും എന്നാണോ ചിന്തിക്കുന്നത്? ദൈവം നിങ്ങളെ സഹായിക്കും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവത്തിൽ ആശ്രയിക്കുമുണ്ടല്ലോ, അത് ചവിട്ടുപടി പോലെ എനിക്ക് മുന്നോട്ട് കയറാനുള്ള ചവിട്ടിപ്പടികളായി അത് മാറും. ഞാനിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഞാനിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വെല്ലുവിളികൾ, ഒറ്റപ്പെടൽ, അതൊക്കെ എനിക്ക് മുന്നോട്ട് കയറാനുള്ള ചവിട്ടുപടികളായി ദൈവം മാറ്റുമെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ചവിട്ടുപടികളായി മാറും. വിശ്വസിച്ച് പറയണം, എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാൻ പറ്റും, എനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു. മരുഭൂമിയിൽ അർദ്ധപ്രാണനായി ഒരു കണ്ണും കാണാതെ ഒറ്റപ്പെട്ട് കിടന്നപ്പോഴും ഇതുപോലെ സ്നേഹിക്കുന്നൊരു ദൈവത്തിൻ്റെ കണ്ണുകൾ എന്നെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ ഒരു കാര്യം, ഒരു വർഷത്തിൽ 12 മാസങ്ങൾ, അതിൽ ഓരോ ദിവസങ്ങളും ഓരോ മാസങ്ങളും ഓരോ മിനിറ്റുകളും ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ ഇടവരട്ടെ. ഒരു വർഷത്തിൻ്റെ 12 മാസത്തിലും, ഒരു വർഷത്തിലെ 12 മാസത്തിലെ ഓരോ ദിവസത്തിലും, ഓരോ മണിക്കൂറിലും, ഓരോ മിനിറ്റിലും ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കാൻ ഇടയാകട്ടെ. ഇന്ന് ഞാൻ ഒരു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വഴി തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നതുകൊണ്ട് ഞാൻ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഒരു അനുഗ്രഹത്തെ പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമായിരിക്കട്ടെ എന്ന്, വലിയൊരു കൃപ അനുഭവിക്കുന്ന സമയമായിരിക്കട്ടെ എന്ന് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പ്രിയപ്പെട്ട പാട്ടുപാടുന്ന ജോൺ പറഞ്ഞു, മരുഭൂമിയിൽ അർദ്ധപ്രാണനായി മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരെ കൂടെ കടന്നുപോയ 1-2 ആഴ്ചകൾ ജീവിതത്തിൽ വന്നുവെന്ന് ഈ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്. മരുഭൂമിയിൽ അർദ്ധപ്രാണനായി ഒരു കണ്ണും കാണാതെ ഇരുന്നപ്പോ സ്നേഹക്കൊടിയായി എന്നെ മറച്ച് ഓമന പേർ വിളിച്ചെന്നെ മാർവോടണച്ചു. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ, എൻ്റെ മുറിവിൽ തൊടുവാൻ ഇത്രയേറെ എനിക്ക് സ്നേഹം നൽകുന്ന ഒരു ദൈവം ഉണ്ടെന്ന് എനിക്കത് മനസ്സിലായി. അറിയാമെങ്കിൽ ചേർന്ന് പാടുവാൻ. ഒരു കണ്ണും കാണാതെ അർത്ഥം പറഞ്ഞ ഓരോ വാക്കും പറഞ്ഞു. അർത്ഥപ്രാണന ഓരോ കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കോടി എന്നെ മറച്ചു. ഓമനപ്പേ ചൊല്ലി എന്നെ മാർവോടണച്ചു. സ്നേഹക്കോടി എന്നെ മറച്ചു. ഓമനപ്പേ ചൊല്ലി എന്നെ മാർവോടണച്ചു.
അതുകൊണ്ട് എന്റെ ഹൃദയത്തെ തോടുവാൻ, മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാനൊരിക്കലും നിനച്ചതില്ല. പതിനായിരത്തിൽ അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. അവസാന വരികൾ പാടി. എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, സർവാംഗ സുന്ദരനേശോ. പ്രിയപ്പെട്ടവരെ, ഇത് പ്രാർത്ഥിച്ച് ഈ വർഷത്തിൻ്റെ 12 മാസവും അതിൻ്റെ എല്ലാ ദിവസങ്ങളിലും ഓരോ മണിക്കൂറുകളിലും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സംരക്ഷണവും എനിക്ക് അനുഭവിക്കാൻ കഴിയണമേ കഴിയണമേ. വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ നല്ല ദിവസത്തിന് നന്ദി പറയുകയാണ്. ആദ്യമേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ സ്ഥലത്തിനടുത്തുള്ള മേപ്പാടിക്കപ്പുറമുള്ള ആ സ്ഥലത്ത് മണ്ണിടിഞ്ഞ് മരിച്ചുപോയവരും അപകടം പറ്റിയവരുമായ കുറേ മനുഷ്യരുണ്ട്. നമ്മുടെ ഇവിടെ നിന്നൊരു 10, 15, 16, 17 കിലോമീറ്ററൊക്കെ ദൂരമേ കാണത്തുള്ളൂ, ഉള്ളിലാണ്. എങ്കിലും ഈ ദിവസം അവരെ കൂടി, ആ ദേശത്തെ അവിടെയുള്ള മനുഷ്യരെ, രക്ഷാപ്രവർത്തകരെ, സന്നദ്ധ പ്രവർത്തകരെ, നിയമപാലകരെ, ഉദ്യോഗസ്ഥരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹോസ്പിറ്റലിലുള്ളവരുണ്ട്, മരിച്ചുപോയവരുണ്ട്, പരിക്ക് പറ്റിയവരുണ്ട്, കാല് നഷ്ടപ്പെട്ടവരുണ്ട്, വലിയ അപകടങ്ങളിൽപ്പെട്ടവരൊക്കെയുണ്ട്, വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. നമുക്കവരെ ഈ ദിവസത്തെ പ്രാർത്ഥനയിൽ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശരിക്കും ഇന്ന് ഒത്തിരി ആളുകൾ ഈ ദിവസവും വന്നിട്ടുണ്ട്. കാരണം ഇന്ന് ദൂരെ നിന്നുള്ള ആളുകൾ ഒരുപാട് പേര് വരാൻ ആഗ്രഹിച്ചു, പക്ഷെ അവർ വന്നില്ല. വാർത്തകൾ കേട്ടതുകൊണ്ടും മഴയാണെന്നും മണ്ണിടിച്ചിലുണ്ടെന്നൊക്കെ കേട്ടിട്ട് വരാതിരുന്നവരുമുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് വരാത്തവരുണ്ട്. ഏതായാലും ഇന്ന് വന്നിട്ടുള്ള സകലരെയും ഏറെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഓർക്കുകയാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ വന്ന ഈ കാരണം ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് പറയണം, ഞാനൊരത്ഭുതത്തെ പ്രതീക്ഷിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ വന്നത് വെറുതെ ആയി എന്ന് എനിക്ക് തോന്നാൻ പാടില്ല. ഇവിടെ വരണ്ടായിരുന്നുവെന്ന് ആർക്കും തോന്നാൻ ഇടയാകരുത്. വന്നത് നന്നായല്ലോ, എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ, എൻ്റെ കുടുംബത്തിനകത്തൊരു വഴി തുറന്നല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായല്ലോ എന്ന് നമുക്ക് തന്നെ അനുഭവിക്കത്തക്ക വിധം ചില അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞങ്ങളിങ്ങനെ ചിന്തിച്ചിരുന്നു, ഓരോ നമ്മുടെ ഈ ആലയം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്ന, കൽപ്പിക്കുന്ന പ്രതീക്ഷയുടെ ഇടമാണ് ഒരു ധ്യാനകേന്ദ്രം എന്ന് പറഞ്ഞാൽ. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിശ്ചയിക്കുന്ന, പരിഹാരം കൽപ്പിക്കുന്ന പ്രതീക്ഷയുടെ ഇടമാണ് ഈ ആലയം. ഞാനൊരു ദിവസം ഒരു കാഴ്ച കണ്ടത് ആ കൊച്ച് സ്കൂളിൽ കൊണ്ടുപോയ ചോറ്റുപാത്രമാണ്. ചോറും കറികളൊക്കെ കൊണ്ടുപോകുന്ന ചോറ്റുപാത്രം.
അത് പരമാവധി നോക്കിയിട്ട് തുറക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ആ ചോറ്റും പാത്രത്തിൻ്റെ അടപ്പ് തുറക്കാൻ പറ്റുന്നില്ല. പല രീതിയിൽ ശ്രമിച്ചു നോക്കി. അപ്പോൾ ആ കൊച്ച് ആ ചോറ്റുപാത്രം അതിൻ്റെ അടപ്പ് തുറക്കാൻ അതിൻ്റെ അപ്പൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാണ്. അപ്പനത് വളരെ ഈസിയായിട്ട് അതങ്ങ് തുറന്നു. വളരെ എളുപ്പത്തിൽ ഒറ്റ പ്രാവശ്യത്തെ ശ്രമം കൊണ്ട് തന്നെ അത് തുറന്നു കിട്ടി. ഞാനിത് കാണുമ്പോൾ നിങ്ങളോടും പറയുന്നത്, ഈ ആലയത്തെ ചുറ്റിപ്പറ്റി പറയുന്നത്, നിങ്ങൾ പലരും ഇവിടെ വരുന്നത് നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാൻ പറ്റാത്ത ചില ചോറ്റുപാത്രമൊക്കെ ആയിട്ടാണ്, ചില പ്രതിസന്ധികളുമായിട്ടാണ്, ചില പ്രശ്നങ്ങളുമായിട്ടാണ്. പ്രാർത്ഥനയോടെ അത് സർവശക്തൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ, പ്രാർത്ഥനയോടെ നിൽക്കുന്ന നിയോഗമുള്ള മനുഷ്യരുടെ അത് കൊടുത്താൽ അത് തുറന്നു കിട്ടുമെന്ന് നമ്മുടെ ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു ഉറപ്പുണ്ട്. അത് തുറന്നു കിട്ടും. എനിക്ക് തുറക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ദൈവം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില മനുഷ്യരിലൂടെ അത് തുറന്നു കിട്ടും. വിശ്വസിക്കുന്നു. ഒരനുഗ്രഹമായിട്ട് വരും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്യാൻ മറന്നുപോയി. പക്ഷെ ബൈബിൾ വായിച്ചപ്പോൾ കണ്ടത്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാണെന്ന് കണ്ടു. എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമ്മളൊരാളെ ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാണ്. ഞങ്ങളിവിടെ ചെയ്യുന്ന കാര്യവും അതാണ്. ഇവിടെ വരുന്ന ആരും എവിടെ നിന്നും എങ്ങനെയും വരുന്ന ഒരാളാകട്ടെ, പാവപ്പെട്ട വീട്ടിലെ ഒരാളാകാം, ഇടത്തരക്കാരനാകാം, വലിയ വീട്ടിൽ നിന്ന് വന്നയാളാകാം, പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവത്തിന് പ്രസാദകരമാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ദൈവവചനത്തിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വചനം, ഈ പാട്ട് പാടിയതും അബദ്ധത്തിൽ അങ്ങ് പാടിയതല്ല, പ്ലാൻ ചെയ്ത് വന്ന് പാടിയതാണ്, പ്രാർത്ഥിച്ച് പറഞ്ഞതാണ്. ഞാൻ ഇന്നലെയും ഒക്കെ ഓർത്തു ഇതൊക്കെ പറയണമെന്ന്, പക്ഷെ ഇന്ന് പറയാനാണ് മനസ്സിലോർക്കുന്നത്. പാട്ട് പാടിയ ജോണ് കഴിഞ്ഞ 2 ആഴ്ചകളിൽ 2 അസുഖം വന്ന്, പനിയും വന്നു, ന്യൂമോണിയയും ശ്വാസമുട്ടൊക്കെ വന്നു. അങ്ങനെ സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. സംസാരിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഇന്നലെ വന്നപ്പോൾ പറഞ്ഞു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരെ കൂടിയാണ് ഇങ്ങനെ കടന്നുപോയ, ഇങ്ങനെ ഓരോ മിനിറ്റുകൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇനി വയനാട്ടിലേക്ക് വരാൻ പറ്റുമോ എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി ആ സ്ഥലത്ത് വരാൻ പറ്റുമെന്നോ, ആ റോട്ടിലൂടെ കയറി വരാൻ പറ്റുമെന്നോ, മൈക്കിലൂടെ ഇങ്ങനെ പാടാൻ പറ്റുമെന്നോ ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനി ഇങ്ങോട്ട് വരാൻ പോലും പറ്റുന്ന ഒരു ആരോഗ്യം പോലും ഇല്ലാതാകുമെന്ന് ചിന്തിച്ചിരുന്നു. ആ സമയത്ത് കേട്ട പാട്ടിൻ്റെ 4 വരികളും ആ സമയത്ത് ദൈവത്തിലൊന്ന് ആശ്രയിച്ചു. ദൈവത്തിൽ ആശ്രയിച്ചു. അപ്പോൾ എനിക്ക് നല്ലൊരു വചനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടി. ഒന്ന് വായിക്കുകയാണ്. കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഈ വചനം കേട്ടിട്ട് ഈ അനുഭവത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഒരു പ്രാവശ്യം കൂടി ആ പാട്ട് പാടും. മരുഭൂമിയിൽ അർത്ഥപ്രാണനായി ഒരു കണ്ണും കാണാതെ ഇങ്ങനെ കിടന്നപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ ഒരു പുതപ്പുമായി വന്ന്, അതാണ് സ്നേഹക്കൊടിയിൽ എന്നെ മറച്ച് മാറോടെന്നെ ചേർത്ത് ഓമനപ്പേർ ചൊല്ലി എന്നെ വിളിച്ചു.
എന്നിട്ട് എല്ലാ വിപത്തുകളിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. ബൈബിളിലുണ്ട്, വായിക്കാം. 1 കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. പൗലോസ്ലീഹ എക്സ്പീരിയൻസ്, അനുഭവം പറയുവാണ്. സഹോദരരെ എല്ലാവരോടും പറയുക, സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ അനുഭവിച്ച കുറേ സന്തോഷങ്ങളല്ല പറയാൻ പോകുന്നത്. നമ്മൾ പറയില്ലേ, പുള്ളി എന്തിനാ ഈ സങ്കടമൊക്കെ വിളിച്ചു പറയുന്നത്? പൗലോസ്ലീഹ പറയുക, ഞാൻ ഏഷ്യയിൽ അനുഭവിച്ച സങ്കടങ്ങളൊക്കെ നിങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ ഇന്ന സ്ഥലത്ത് പോയി നല്ലൊരു ശാപ്പാട് കഴിച്ചു, ഞാൻ നല്ലൊരു ബെഡേ കിടന്ന് ഉറങ്ങി, നല്ലൊരു കാറിൽ പോയി, വലിയൊരു വീട്ടിൽ താമസിച്ചു, നല്ലൊരു ഭക്ഷണം കഴിച്ചു. ഇതൊന്നും പറയണമെന്നല്ല ആഗ്രഹിച്ചത്. ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെ പറ്റി, ക്ലേശങ്ങൾ നിങ്ങളും കൂടെ അതൊന്ന് അറിഞ്ഞിരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഇനി കടന്നുപോയ വഴികൾ, മരണഭയം ഉണ്ടാകത്തക്ക വിധം, ആ വാക്കിൽ തന്നെയുണ്ട്, മരിച്ചു പോകുമെന്ന് തോന്നുന്ന വിധം മരണഭയം അതൊരു വലിയ പേടിയാണ്. നമ്മളൊക്കെ എത്ര ശവസംസ്കാരം കൂടിയാലും നമുക്കൊന്നും വലിയ പേടി വരത്തില്ല. നമ്മൾ ചിന്തിക്കും നമ്മൾ മരിച്ചു പോകത്തില്ലെന്ന്. ഞാൻ മരിക്കത്തില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ചില സമയത്ത് നമുക്ക് മരണഭയം വരും. ഇവിടെ നിന്ന് 100 കിലോമീറ്റർ അപ്പുറത്തുള്ള മരണം വളരെ അടുത്ത്, നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് പോലെ ചില സമയത്ത് നമുക്ക് തോന്നും. മരണം അങ്ങായിരുന്നു, പക്ഷെ വേഗത്തിൽ ഓടി വന്ന് നമുക്ക് തൊടാൻ പാകത്തിന് അടുത്ത് വന്ന് നിൽക്കുന്നത് പോലെ. അതാ പൗലോസ്ലീഹ പറഞ്ഞത്, മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായും, ഓരോ വാക്ക് ശ്രദ്ധിച്ചേ, കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. ഇതൊക്കെ എന്തിനാന്നേ പറയുന്നേ? പുള്ളിക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട്. എത്ര സന്തോഷം, എത്ര ഫുഡ് കഴിച്ചു, ഹോട്ടലിൽ പോയി, ഞങ്ങളൊരു റിസോർട്ടിൽ താമസിച്ചു, ഇതൊക്കെ പറയണ്ടേ? അനുഭവിച്ച സങ്കടമാണോ വിളിച്ചു പറയേണ്ടത്? നമ്മൾ അനുഭവിച്ച ഓരോ സങ്കടങ്ങളും ഒരു നാളത്തെ സാക്ഷ്യങ്ങളാണ്. അതാ വിളിച്ചു പറയുന്നത്. ഓരോ സങ്കടവും ഒരനുഗ്രഹം കൂടിയാണ്, അതൊരു സാക്ഷ്യമാണ്. അതാ പൗലോസ്ലീഹ പറഞ്ഞത്. ഞാനിത് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, പൗലോസ്ലീഹായ്ക്ക് എന്തെല്ലാം സന്തോഷങ്ങൾ പറയായിരുന്നു. ഞങ്ങൾക്ക് വീട് കിട്ടി, കാറ് കിട്ടി, ഇതൊക്കെ പറയാൻ പാടില്ലേ? അനുഭവിച്ച ക്ലേശങ്ങളാണോ വിളിച്ചു പറയുന്നത്? പൗലോസ്ലീഹ പറയുവാണ്, അത്രമാത്രം കഠിനമായും ദുസ്സഹമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മടുത്തു, സഹിച്ചു മടുത്തു, ഒറ്റപ്പെട്ടു പോയി. പിന്നെയോ അതും മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നെന്ന് ഞങ്ങൾക്ക് തോന്നി. മരിക്കൂന്നങ്ങ് തോന്നി. മിക്കവാറും വലിയ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ്, ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് മരിച്ചു പോകുമെന്ന് വരെ ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഉണ്ടായ അനുഭവം ഉണ്ടായി. പക്ഷെ എന്തു ചെയ്തു? എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ, ഈ വാക്ക് ശ്രദ്ധിക്കണം, ഇത്രയും പ്രശ്നം വരുമ്പോൾ പെറുപെറുക്കുകയോ ശപിക്കുകയോ പ്രാകുകയോ, ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, പാടിയിട്ട് കാര്യമില്ല, പ്രസംഗിച്ചിട്ട് കാര്യമില്ല എന്നല്ല പൗലോസ് പറഞ്ഞത്. പൗലോസ് പറയുക, ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പൊ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായപ്പം പൗലോസ്ലീഹ ആരിൽ ആശ്രയിച്ചു? മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൽ, സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചു. എവിടെ? കാലയിൽ ഒരു പരു വന്നപ്പോഴല്ല, കാലിൻ്റെ അടിയിൽ ഒരു കുഞ്ഞു മുള്ളു കൊണ്ടപ്പോഴല്ല, മുട്ടയിൽ ഒരു ചെറിയ വേദന വന്നപ്പോഴല്ല, മരണഭയമുണ്ടാകത്തക്ക വിധം അത്രമാത്രം ദുസ്സഹമായും കഠിനമായും പീഡിപ്പിക്കപ്പെട്ടപ്പോൾ സർവശക്തനായ ദൈവത്തിൽ
ഞങ്ങൾ ആശ്രയിച്ചു. എന്നിട്ട് എൻ്റെ അടുത്ത വാക്കാണ് 10ാമത്തെ വാക്യം വായിച്ചേ. അത്ര ഗൗരവമേറിയ ഒരു വിപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. ആമേൻ. അതാണ് അതിൻ്റെ മർമ്മം. അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിൽ. അടുത്ത വാക്ക് ഇങ്ങനെയാണ്, അത്രമാത്രം ഗൗരവമേറിയ ഒരു വിപത്തിൽ ഒരു വിപത്ത് ആപത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു, തുടർന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അറിയാം. ആമേൻ. ഈ ജോണിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ, അല്ലെങ്കിൽ ആ അനുഭവം പറഞ്ഞപ്പോൾ, ഈ വാക്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. മുമ്പേ പാടിയ പാട്ടുമാണ് ഓർമ്മ വന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ചിലപ്പോൾ ചില വിപത്തുകളിലായിരിക്കും, ചില സങ്കടത്തിലായിരിക്കും, ചില പ്രയാസത്തിലായിരിക്കും. അവസാനത്തെ വാക്ക് ഞാനൊന്ന് വായിക്കട്ടെ. അത്രമാത്രം ഗൗരവമുള്ള ഒരു വിപത്തിൽ നിന്ന് സർവശക്തനായ ദൈവം ഞങ്ങളെ രക്ഷിച്ചു. എപ്പോ? ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ. തുറക്കാൻ പറ്റാത്ത ചോറ്റുപാത്രം ഒരു കൊച്ച് അതിൻ്റെ 4 വശം പിടിച്ച് നോക്കിയിട്ടും തുറന്നു കിട്ടാത്തത് കൊണ്ട് അതിൻ്റെ അപ്പൻ്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തപ്പോൾ അത് ഈസി ആയിട്ട് അങ്ങ് തുറന്നതുപോലെ നിങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളെ, ചോറ്റുപാത്രം കണക്ക് തുറക്കാൻ പറ്റാത്ത അടഞ്ഞ് ഇറുകിപ്പോയ ചോറ്റുപാത്രം കണക്ക്, അതിൻ്റെ അടപ്പ് പോലെ നമ്മൾ 4 വശം നോക്കിയിട്ടും കൈനകം പോകുന്ന ലക്ഷണമാണ്, ബുദ്ധിമുട്ടാണ്. അത് കൊടുക്കേണ്ടവൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ, അതാ ബൈബിൾ പറയുന്നത്, നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക, ഞാനത് വഹിച്ചുകൊള്ളും. ഇത് ഓൺലൈനിൽ കാണുന്നവർ, ഇപ്പോൾ ഇവിടെയും വരാന്തയിലും താഴെയും ഈ ശബ്ദം കേൾക്കുന്നവർ, നിങ്ങൾ ഏത് വിപത്തിലാകട്ടെ, ആ വിപത്തുകളിൽ നിന്നെല്ലാം ദൈവം രക്ഷിക്കുന്നു വിശ്വസിച്ച്. ആ വിപത്തുകളിൽ നിന്നെല്ലാം ദൈവം എന്നെ രക്ഷിക്കുന്നു വിശ്വസിച്ച്. എന്നിട്ട് ഇങ്ങനെ പറയണം, മനസ്സിലെങ്കിലും പറയണം, ഞാനൊരു അത്ഭുതത്തെ പ്രതീക്ഷിച്ച ഇവിടെ ഇരിക്കുന്നത്, ഞാനൊരു സൗഖ്യം പ്രതീക്ഷിച്ച ഇവിടെ ഇരിക്കുന്നത്, ഞാനൊരു അനുഗ്രഹത്തെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നും മഴയും കാറ്റും പ്രതിസന്ധിയും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായിട്ടും ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീട്ടിലുള്ളവരും വീട്ടുകാരും പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ വചനം ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഗ്രഹം യാഥാർത്ഥ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ വഴികൾ തുറന്നു കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഈ വാക്യം കുറേ പ്രാവശ്യം ചിന്തിക്കാൻ എനിക്ക് തോന്നി. സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച സഹനങ്ങളെപ്പറ്റി നിങ്ങളും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മരണഭയമുണ്ടാകത്തക്ക വിധം അത്രയധികം ദുസ്സഹമായും കഠിനമായും ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. അത് എന്തിനായിരുന്നു? ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയായിരുന്നു. 10ാമത്തെ വാക്യം, അവിടുന്ന് അത്രമേൽ ഗൗരവമുള്ള വിപത്തുകളിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു, തുടർന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ആ കണ്ണുകളടച്ച്, ഏതെങ്കിലും ഗൗരവമേറിയ ചില വിഷയത്തിലൂടെയാണോ കുഞ്ഞെ ജീവിതം കടന്നു പോകുന്നത്? നിങ്ങൾ ഇരിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലോ ഒരു സിനിമാ തിയേറ്ററിലോ ഒരു കടയുടെയോ പച്ചക്കറിയുടെയോ മാർക്കറ്റിൻ്റെയോ മുമ്പിലല്ല. നിങ്ങളുടെ ഗൗരവമേറിയ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരിടത്തിലാണ്. പരിഹാരങ്ങൾ നിശ്ചയിക്കുന്ന, പരിഹാരങ്ങൾ കൽപ്പിക്കുന്ന പ്രതീക്ഷയുടെ ഇടമാണിത്. പ്രതീക്ഷയുടെ ഇടമാണ്. തുറക്കാൻ പറ്റാത്ത ഒരു ചോറ്റും പാത്രത്തിൻ്റെ അടപ്പ് പലവട്ടം നോക്കിയിട്ട് തുറക്കാൻ പറ്റാതെ വന്നപ്പോൾ ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ അത് ഈസിയായി തുറന്നതുപോലെ നിങ്ങളും നിങ്ങളുടെ ചില വിഷയങ്ങളെ ഇപ്പോൾ ദൈവകരങ്ങളിൽ കൊടുത്തേ. ആ രോഗത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, ആ പ്രതിസന്ധിയെ ഏൽപ്പിച്ച്, ആ വിസയുടെ തടസ്സത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. എത്ര ഗൗരവമുള്ള വിഷയമാകട്ടെ, എത്ര കടികട്ടിയായ ഒരു വിഷയമാകട്ടെ, അത് പരിഹരിക്കാൻ ദൈവത്തിന് സാധ്യമാണ്. പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഇത്ര ഗൗരവമേറിയ
വിപത്തുകളിൽ നിന്ന് എൻ്റെ ദൈവം ഞങ്ങളെ രക്ഷിച്ചു, തുടർന്നും രക്ഷിക്കും, ഇനിയും രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് ദൈവത്തിൽ പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. കണ്ണുകൾ നടച്ച് മടുപ്പും ക്ഷീണവും കൂടാതെ നിങ്ങൾ ഈ വാക്ക് കേട്ട് പ്രാർത്ഥിച്ച് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവേ, മരുഭൂമിയിൽ അർത്ഥപ്രാണനായി ഒരു കണ്ണും, ഇത് എന്തിനാണെന്നറിയാമോ? നല്ല സമറിയാക്കാരൻ്റെ ഉപമയിൽ ഒരു മനുഷ്യനെ കവർച്ചക്കാർ പിടിച്ചു പറിച്ചുകൊണ്ടുപോയി അവനെ തള്ളിയിട്ട് മുറിവേൽപ്പിച്ചിട്ട് അതിലെ ഒരു പള്ളിയിലച്ഛനും പോയി, ഒരു പള്ളിയിലെ കപ്പ്യാരും അതിലെ കടന്നുപോയി, മൈൻഡ് ചെയ്തിട്ടില്ല. അവരുടെ കണ്ണിലത് കണ്ടതാണ്, പക്ഷെ അവർ ശ്രദ്ധിച്ചില്ല, അവരതിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോൾ ഒരു സമറിയാക്കാരൻ വന്നുപോയി, അവൻ്റെ അടുത്തു ചെന്ന് മുറിവുകൾ വച്ച് കെട്ടി. ഈ വചനത്തിൽ നിന്ന് ഈ പാട്ടെഴുതിയത് മരുഭൂമിയിൽ അർത്ഥപ്രാണനായി ഒരു കണ്ണും കണ്ടിട്ടും കാണാതെ പോയപ്പോ ഒരു സ്നേഹത്തിന്റെ പുതപ്പ് കൊണ്ടുവന്ന് അതിൽ എന്നെ മറച്ച് ഓമന പേർ ചൊല്ലി എന്നെ വിളിച്ചു. ഇതൊന്ന് ഈ വചനത്തിലൂടെ കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ? ഗൗരവമേറിയ ചില വിപത്തുകളിലൂടെയാണോ കടന്നു പോകുന്നത്? ഗൗരവമേറിയ ചില വിഷയങ്ങളാണോ ഇന്ന് നിങ്ങളുടെ മുമ്പിലുള്ളത്? ദൈവത്തിന്റെ ഒരു പരിഹാരം അതിൽ ദൈവം കൽപ്പിക്കുന്ന സമയമാണ്. ലിറ്ററലി ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഈ പാട്ടിന്റെ വരികളോട് ചേർന്ന് പറ്റുമെങ്കിൽ ഒന്ന് പാടിയേ. മരുഭൂമിയിൽ അർത്ഥപ്രാണന ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോ. ഒരു പ്രാവശ്യം കൂടി അർത്ഥം പറഞ്ഞു പാടി. മരുഭൂമിയിൽ അർത്ഥപ്രാണന ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോ സ്നേഹക്കോടിയിൽ എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടച്ചു. സ്നേഹക്കോടി വിശ്വസിച്ച് പറഞ്ഞു എന്നെ മറച്ചു. ഓമനപ്പേർ ചൊല്ലി എന്നെ മാറോടച്ചു. അതുകൊണ്ട് ശബ്ദമുയർത്തി പാടുമോ? എന്റെ ഹൃദയത്തെ തോടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവേ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലേകുമെന്ന് യേശുവേ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. 10,000 ശ്രേഷ്ഠൻ എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. എന്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരൻ യേശു. ആ കരങ്ങൾ ഇരുന്നു കൊണ്ട് തന്നെ ഉയർത്തിപ്പിടിക്കുമോ? ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടോണ്ടിരിക്കുവാണെന്ന് വിശ്വസിക്കുക. എനിക്കുള്ള വഴികൾ ദൈവം തുറന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. എല്ലാ വിപത്തുകളിൽ ദൈവം എന്നെ രക്ഷിക്കുന്നു വിശ്വസിക്കുക. ഒരത്ഭുതവും ഒരടയാളവും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഓരോ ശബ്ദം ഉയർത്തി ആ വിശ്വാസത്തോടെ എന്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്ന്, ഈ വിപത്തുകളിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന്, ഈ പരാജയത്തിൽ നിന്ന് എന്റെ ദൈവം എന്നെ രക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തി നിങ്ങൾ ആ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഒരു വർഷത്തിലെ 12 മാസവും അതിൻ്റെ ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും
ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നിൻ്റെ കരുണയും സംരക്ഷണവും കൂടെ ഉണ്ടാകണമേ. ആമേൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഒന്ന് ചേർന്ന് പറയുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശ്രദ്ധയുള്ള ഗൗരവമുള്ള ഒരു കാര്യമാണ് കേട്ടത്. എല്ലാ വിപത്തുകളിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. സാക്ഷ്യമാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിലെല്ലാം മൊബൈൽ ഫോണുണ്ട്. ദൂരെയുള്ളവരോടൊക്കെ സംസാരിക്കാൻ നമുക്ക് സമയമുണ്ട്. എന്നാൽ ഫോണിൻ്റെ സഹായമില്ലാതെ സംസാരിക്കാൻ പറ്റുന്ന കുറേ പേർ നമ്മുടെ അടുത്തുണ്ട്. ദൂരെയുള്ളവരോട് സംസാരിക്കാൻ ഇന്ന് ഇഷ്ടം പോലെ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അടുത്ത് നിൽക്കുന്നവരോട് പലരും സംസാരിക്കുന്നില്ല. ദൂരെയുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, ദൂരെയുള്ളവരോട് ഇഷ്ടം പോലെ മിണ്ടുന്നുമുണ്ട്. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത് ഒരു ഫോണും വേണ്ട, അടുത്തടുത്ത് നിന്നുകൊണ്ട് മിണ്ടാൻ പറ്റുന്ന പലരോടും പലരും മിണ്ടുന്നില്ല. അത് പലരുടെയും ദുഃഖമാണ്. എൻ്റെ ജീവിത പങ്കാളി, ഏറ്റവും അടുത്തുള്ള ഒരാൾ എന്നോട് മിണ്ടുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല. ദൂരെയുള്ളവരോടൊക്കെ പുള്ളി മിണ്ടുന്നുണ്ട്, ദൂരെയുള്ളവരോടൊക്കെ ഇഷ്ടം പോലെ മിണ്ടുന്നുണ്ട്. അടുത്തുള്ള എന്നോട് ഇത് ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും ആ ഒരു അനുഗ്രഹവും വർദ്ധിച്ചു വരണം. അടുപ്പമുള്ളവരോട് അകലം കൂടാൻ പാടില്ല. ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോട് അകലങ്ങൾ കൂടാൻ പാടില്ല. ആ അകലങ്ങൾ എപ്പോഴും അപകടമാണ്. ചില അകലങ്ങൾ ഒരു അപകടം കൂടിയാണ്. ഇന്ന് ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുമ്പം നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു നല്ല കാര്യം കൂടി പറയുവാണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാനത് വായിക്കാം. ദൈവം ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹവും ഒരഭിഷേകവും ഒരു നിയോഗവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ദൈവം ഓരോരുത്തർക്കും ചില കഴിവ്, ചില അനുഗ്രഹം, ചില അഭിഷേകം, ചില നിയോഗങ്ങളൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവം കൊടുത്തിട്ടുള്ളതിനെ ഒരാൾ ആത്മാർത്ഥതയോടെ കാണുന്നില്ലെങ്കിൽ, അതിന് വില കൊടുക്കുന്നില്ലെങ്കിൽ, അതിനെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, അതിനെ ഗൗരവമായി കാണുന്നില്ലെങ്കിൽ, ദൈവം തന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ കയ്യിൽ നിന്ന് വേറൊരാളുടെ കയ്യിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരാൾ അയച്ചു തന്ന മെസ്സേജിലെ ഒരു വാക്യം, ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് നേരം ചിന്തിച്ചു. ദൈവം നമുക്ക് തന്നത് ചിലത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് വേറെ ആൾക്കാരുടെ കയ്യിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം മാത്രമല്ല, ഓരോ കാര്യത്തിലും ഇത് ശ്രദ്ധ വേണം. ഓരോരുത്തർക്കും ദൈവം തന്ന കഴിവുണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് ദൈവം ഈ കാലഘട്ടത്തിൽ എല്ലാ ദിവസവും വചനം പറയാൻ ഒരനുഗ്രഹം തന്നിട്ടുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇത് വചനം ഇങ്ങനെ പറയുന്നത്? ഇതേത് പുസ്തകത്തിൽ നിന്നാണ് പഠിക്കുന്നത്? ഇതെങ്ങനെയാണ് ഒരുങ്ങുന്നത്? ഇതെങ്ങനെ സാധിക്കുന്നു? ഞങ്ങളും ഇത് നോക്കിയായിരുന്നു, 1.5 മാസം കഴിഞ്ഞപ്പോൾ പറ്റാതായി. ഇതെങ്ങനെ ഇങ്ങനെ വർഷങ്ങളോളം തുടർന്നുകൊണ്ടിരിക്കുന്നു? അതെനിക്കും അറിയില്ല. പക്ഷെ ദൈവം തന്ന നിയോഗത്തോട് വിശ്വസ്തത കാണിച്ചപ്പോഴാണ് അതൊരനുഗ്രഹമായിട്ട് മാറിയത്. ഇപ്പം ഞാൻ അതിനെ മടി പിടിച്ചിരുന്നാൽ ആരെക്കൊണ്ട് പറ്റും ഇങ്ങനെ ഒരുങ്ങാൻ? ആരെക്കൊണ്ട് പറ്റും ഇത് റെക്കോർഡ് ചെയ്യാൻ? ആരെക്കൊണ്ട് പറ്റും ഈ പുസ്തകം എടുത്ത് എല്ലാ ദിവസവും ഇത് പറയാൻ? മടി പിടിച്ചിരുന്നാൽ എനിക്ക് ദൈവം തന്ന അഭിഷേകം അത് ദൈവം എടുത്തു മാറ്റാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് നമ്മളിൽ നിന്ന് മാറി, ദൈവം അത് നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മളിൽ നിന്ന് മാറി അത് വേറൊരാളുടെ അടുത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. നിനക്ക്, എനിക്ക്, നമുക്ക് ദൈവം തന്ന ഒരു കഴിവും ഒരനുഗ്രഹവും നഷ്ടപ്പെടുത്തരുത്.
അതേലാണ് നമ്മുടെ ജീവിതം നാളുകളിൽ രക്ഷപ്പെടാൻ പോകുന്നത്. പലരും അത് കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. പലർക്കും അതറിയത്തുമില്ല. സ്വർണപാത്രം കൊണ്ട് ഭിക്ഷയെടുത്ത ഭിക്ഷക്കാരൻ്റെ അവസ്ഥയാണ് പലർക്കും. ഒരു ഭിക്ഷക്കാരനെക്കുറിച്ചൊരു കഥയുണ്ട്. ആ ഭിക്ഷക്കാരൻ ഒരു പാത്രം കൊണ്ടാണ് ഭിക്ഷ എടുത്തുകൊണ്ടിരുന്നത്. പുള്ളി മരിച്ചു കഴിഞ്ഞ് അതറിഞ്ഞത് പുള്ളി ഭിക്ഷ എടുത്തുകൊണ്ടിരുന്ന പാത്രം സ്വർണമായിരുന്നുവെന്ന്. പക്ഷേ ഇത് പുള്ളിക്ക് പിടികിട്ടിയിട്ടില്ല. പിടികിട്ടിയായിരുന്നേ പുള്ളി ഇതുകൊണ്ട് രക്ഷപ്പെട്ടേനെ. പക്ഷേ ഇതുകൊണ്ട് പുള്ളി എല്ലാവരുടെയും അടുത്ത് ചെന്ന് എന്തേലും തരണേ എന്ന് ഭിക്ഷാപാത്രമായി ഇതിങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ കൈ നീട്ടിച്ചെന്നു. ഈ പാത്രം കൊണ്ട് മരിച്ചു കഴിഞ്ഞ് ചിലർ അടുത്ത് വന്നപ്പോഴാണ് അറിഞ്ഞത് കഷ്ടം, പുള്ളി ഭിക്ഷ എടുത്തുകൊണ്ടിരുന്ന പാത്രം നല്ല സ്വർണ്ണപാത്രമായിരുന്നു. പുള്ളിക്കത് മനസ്സിലായില്ല. ദൈവം ചില സ്വർണ്ണപാത്രങ്ങൾ കയ്യിൽ തന്നിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. ചിലർക്കത് പാടാൻ, ചിലർക്കത് പ്രസംഗിക്കാൻ, ചിലർക്ക് ബിസിനസ് ചെയ്യാൻ, ചിലർക്ക് പഠിക്കാൻ ഒക്കെ ചിലർക്ക് നല്ല കഴിവുണ്ട്. പക്ഷെ ചിലരത് കളഞ്ഞു കുളിക്കും. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുരങ്ങൻ്റെ കയ്യിലെ പൂമാല പോലെ ആക്കല്ല്. നല്ലൊരു മാല, ഒരു പൂമാല കുരങ്ങൻ്റെ കയ്യിലോട്ട് കൊടുത്തേ, അത് നിമിഷ നേരം കൊണ്ട് വലിച്ച് പറിച്ച് പല കഷ്ണങ്ങളാക്കി അവിടെ ഇട്ടേച്ച് പോകും. ദൈവം തന്ന ഓരോ അനുഗ്രഹങ്ങൾ ഓരോ പൂമാല പോലെയാണ്. അത് അലങ്കാരമായി കഴുത്തിലിടേണ്ടതാണ്. ചിലർ അതിനെ കള്ളു കുടിച്ചും കൂട്ടുകൂടിയും തെറ്റായ ബന്ധങ്ങളിൽ പോയും തകർത്ത് തരിപ്പണമാക്കി അതിനെ പലതാക്കി പീച്ചി ചീന്തി തൂരക്കളയും. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്ക് നിങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഗ്രഹവും വെട്ടിമുറിച്ചു പോകാൻ പാടില്ല. ഹല്ലേലൂയ. ഇത് പിടികിട്ടുന്നോ? പലർക്കും ഇത് നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ, പുള്ളി പാട്ടുപാടാൻ ഭയങ്കര മിടുക്കനാണ്, ഡാൻസിനും പുള്ളി കേമനാണ്, പഠിക്കാൻ ടോപ്പാണ്. പക്ഷെ ഇപ്പോൾ എവിടെ ഉണ്ട്? ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല. പാട്ടിലും എത്തിയിട്ടില്ല, പ്രസംഗിച്ചും എത്തിയിട്ടില്ല, പഠിച്ചിട്ടും എത്തിയിട്ടില്ല. ഇപ്പോൾ പഠിച്ചതൊന്ന് വേറെന്തോ ഒരു ജോലിയൊക്കെ ചെയ്ത് തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നു. പുള്ളി ഒരു കാലത്ത് വലിയ മിടുക്കനായിരുന്നു, മിടുക്കിയായിരുന്നു. പക്ഷെ ആൾക്കെവിടെയും എത്താൻ പറ്റിയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും അറിയണം, എവിടെയെങ്കിലുമൊക്കെ എത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ കഴിവ് മാത്രം പോരാ, ബുദ്ധി മാത്രം പോരാ, ശക്തി മാത്രം പോരാ, സ്വാധീനം മാത്രം പോരാ, തൊലിക്ക് കുറേ കളറ് മാത്രം പോരാ, തലയ്ക്ക് മുകളിലുള്ള ദൈവത്തിൻ്റെ ഒരു കടാക്ഷം കൂടി ഒപ്പമുണ്ടേലേ രക്ഷപ്പെടത്തുള്ളൂ. ലോകം സാക്ഷി, കാലം സാക്ഷി, അനേകർ ഇതിന് സാക്ഷികളാണ്. പലർക്കും ഒന്നും ആകാൻ പറ്റിയിട്ടില്ലല്ലോ. പക്ഷെ എന്തൊക്കെയോ ആകുമെന്ന് അവർ വിചാരിച്ചിരുന്നല്ലോ. പക്ഷെ എത്തിയിട്ടില്ല. ആരെയും പേടിപ്പിക്കാനല്ല, നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളെ കളഞ്ഞു കുളിക്കല്ല്. അതിനെ സൂക്ഷിക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം, അത് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും. ഒന്നും കൂടെ പറയാം, നമുക്ക് കിട്ടിയ ചില അനുഗ്രഹമുണ്ട്. അതിനെ ശ്രദ്ധിക്കാതിരുന്നാൽ, മടി പിടിച്ചിരുന്നാൽ, ഉഴപ്പിപ്പോയാൽ ദൈവം നാളെ ഒരു സമയത്ത് ആ അനുഗ്രഹത്തെ നമ്മളിൽ നിന്നെടുത്ത് ചിലപ്പോൾ അത് മാറ്റിക്കളയും. ചിലപ്പോൾ നമ്മളിൽ നിന്നെടുത്ത് വേറൊരാൾക്കത് കൊടുക്കും, വേറൊരാളുടെ കയ്യിലതെത്തും. എന്നിട്ട് അസൂയപ്പെട്ട് നടന്നിട്ട് കാര്യമില്ല. നമുക്ക് ദൈവം തന്നതിനെ നമ്മൾ വിലയുള്ളതായി കണ്ടാൽ അത് മതി രക്ഷപ്പെടാൻ. 1 കോടി രൂപ ലോട്ടറി അടിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. അനുഗ്രഹമുള്ള 10 രൂപ മതി ഒരാൾ രക്ഷപ്പെടാൻ. അനുഗ്രഹമുള്ള 10 രൂപ മതി. 1 കോടി രൂപ ലോട്ടറി അടിക്കണമെന്നില്ല, ബിസിനസ്സിൽ കിട്ടണമെന്നില്ല. ആ 10 രൂപ മതി. പക്ഷെ തമ്പുരാൻ്റെ കടാക്ഷം ഉണ്ടെങ്കിൽ അത് മതി രക്ഷപ്പെടാൻ. ഞാനൊരു വാക്യം വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. ഇത് വായിച്ചപ്പോഴാണ് ഈ ഭാഗം ഇതിനോട് ചേർത്ത് വയ്ക്കാൻ തോന്നിയത്. നിങ്ങൾക്ക് ദൈവം തന്ന ചില അനുഗ്രഹമുണ്ട്, അത് മതി നിങ്ങൾ രക്ഷപ്പെടാൻ. അതുപയോഗിച്ച് കയറി വന്നോണം, രക്ഷപ്പെട്ടോണം, ഉയരങ്ങളിലെത്തിക്കൊള്ളണം. ശ്രദ്ധിക്കാതിരുന്നാൽ അത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു പോകാം.
പിന്നെ തലകുത്തി നിന്നാലും ഒന്നും നടക്കത്തില്ല. എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും ശരിയാകണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളിലെ അനുഗ്രഹത്തെ ദൈവം അത് വേറൊരാളിലേക്ക് ദൈവം എടുത്തു കൊടുക്കും. അത് നമുക്ക് പിന്നീട് ദുഃഖമാണ്. വായിക്കാം ആ വാക്യം. അത് താലന്തുകളുടെ ഉപമയാണ്. അത് വായിക്കുമ്പോൾ 15 മുതലുള്ള വാക്യം വായിക്കുക. അവൻ ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും ഒരുവന് 5 രൂപ കൊടുത്തു, 5 താലന്ത് കൊടുത്തു. മറ്റൊരുവന് 2, വേറൊരാൾക്ക് 2 രൂപ കൊടുത്തു, അല്ലെ 20 രൂപ കൊടുത്തു, അല്ലെ 2 താലന്ത് കൊടുത്തു. വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. ഇത് 3 കൊടുത്തേച്ച് ഇദ്ദേഹം യാത്ര പോയി. ഒരാൾക്ക് 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1, ഇത്രയും കൊടുത്തിട്ട് പോയി. 5 താലന്ത് ലഭിച്ചവൻ 5 താലന്ത് കിട്ടിയവൻ ഉടനെ പോയി. അവിടെ ഒരു വാക്കുണ്ട്. അവൻ 1 മാസം അത് തലയണയുടെ കീഴെ വെച്ച് കിടന്നുറങ്ങി എന്നല്ല, അല്ലെങ്കിൽ ഇതെന്നാ ചെയ്യണ്ടേന്ന് പുള്ളി ഇങ്ങനെ ആലോചിച്ചു 2 വർഷം അതിലെ തേരെപ്പാര നടന്നു എന്നല്ല. ഉടനെ പോയി വ്യാപാരം ചെയ്ത് ബിസിനസ് നടത്തി പുള്ളി. അതുകൊണ്ട് ബിസിനസ് നടത്തി. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല കൃപകളും അനുഗ്രഹമുണ്ട്. നല്ല ബിസിനസ് നടത്താൻ, നല്ല ഹോട്ടൽ നടത്താൻ, നല്ല ബേക്കറി നടത്താൻ, നല്ല കമ്പനികൾ നടത്താൻ, നല്ല സംവിധാനങ്ങൾ തുടങ്ങാൻ, നല്ലതുപോലെ പ്രസംഗിക്കാൻ, ശുശ്രൂഷ ചെയ്യാൻ, പാടാൻ. ഇതൊക്കെ ദൈവം നമുക്ക് തന്ന താലന്താണ്. ചിലർക്ക് നന്നായി പഠിക്കാൻ, ചിലർക്ക് ഭാഷ പഠിക്കാൻ, ചിലർക്കൊരു പ്രത്യേക കഴിവാണ്. ഏത് ഭാഷയും അവർ വേഗത്തിൽ പഠിച്ചെടുക്കും. ചിലർക്ക് ഈ ഭാഷ പഠിക്കാനുള്ള കഴിവില്ല. ഞാൻ ഒരാളെ കണ്ടു, അദ്ദേഹത്തിന് ജർമ്മൻ, ഫ്രഞ്ച് ഭാഷയൊക്കെ വളരെ വേഗത്തിൽ അത് പഠിക്കും. ഭാഷ പഠിക്കാനുള്ളൊരു പ്രത്യേക ബുദ്ധിയാണ് പുള്ളിക്കുള്ളത്. ഇത് മലയാളം പറയുന്ന പോലെ തന്നെ പുള്ളി ജർമ്മൻ പറയും, ഫ്രഞ്ച് പറയും, ഇറ്റാലിയൻ പറയും. നമുക്കൊന്നും ഒരു അക്ഷരം പോലും ഇത് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. ഇതെങ്ങനെ സാധിച്ചു? ഒരു അത്ഭുതമായിട്ട് തോന്നും. ഒരേ സമയം ഇതെല്ലാം ഒരേപോലെ പറയും. ആ വ്യക്തിക്ക് രക്ഷപ്പെടാൻ ദൈവം കൊടുത്ത ഒരു താലന്താണത്. അതുകൊണ്ട് പുള്ളി പണിയെടുത്തോണ്ട് പുള്ളി രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് കിട്ടിയ കഴിവുകൾ മടി പിടിച്ചും പൊടി പിടിച്ചും കളയല്ല്. ഒരുപാട് കുഞ്ഞുങ്ങൾ അവരവർക്ക് കിട്ടിയ താലന്ത് ഒത്തിരി ഫോൺ ഉപയോഗിച്ചും കൂട്ടുകൂടിയും മദ്യം കഴിച്ചും തോന്നിയതുപോലെ നടന്നും അത് പൊടി പിടിച്ച് മണ്ണ് പറ്റിപ്പോയി. രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല. 5 കിട്ടിയവൻ പുതപ്പ് മൂടി കിടന്നൊന്നല്ല, ഉടനെ പുള്ളി പോയി വ്യാപാരം ചെയ്ത് ബിസിനസ് നടത്താൻ പോയി. 5 തുടങ്ങിയതാണ്. 5 തുടങ്ങി 50,000 തുടങ്ങിയതല്ല. അപ്പോൾ 5 തുടങ്ങാൻ പറ്റും. 5 മതി തുടങ്ങാൻ, 5 മതി രക്ഷപ്പെടാൻ. 5 ഇന്നത്തെ 5 ഒക്കെ സെയിമാണ്. 5 താലന്ത് കൊടുത്തിട്ടുള്ളൂ. 50,000 താലന്ത് കൊടുത്തിട്ടില്ല, 5 ലക്ഷം താലന്ത് കൊടുത്തിട്ടില്ല, 50 താലന്ത് കൊടുത്തില്ല, വെറും 5 കൊടുത്തിട്ടുള്ളൂ. വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 5 താലന്ത് കൂടി സമ്പാദിച്ചു. ഇപ്പം 10ആയി. അധ്വാനിച്ച് ഇരട്ടിയാക്കണം. അത് കഴിവായാലും പണമായാലും ദൈവം തന്നതിനെ ഇരട്ടിക്ക് വർദ്ധിപ്പിച്ചോണം. അതൊരു അനുഗ്രഹമാണ്. 5 കിട്ടി 5 പോയെന്നല്ല, 5 കൂടി വർദ്ധിപ്പിച്ചു. ദൈവം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തന്നിട്ടുണ്ടോ അത് വർദ്ധിപ്പിച്ചെടുക്കണം. ചിലർക്ക് കൃഷി ചെയ്യാനുള്ള കഴിവാണ്, ചിലർക്ക് കുഞ്ഞു കച്ചവടം ചെയ്യാനുള്ള കഴിവാണ്, ചിലർക്ക് രാഷ്ട്രപ്രവർത്തനമാണ്, പ്രസംഗമാണ്, രാഷ്ട്രീയമാണ്. ഇതൊക്കെ ദൈവം ആ വ്യക്തിക്ക് കൊടുത്ത കഴിവാണ്. അത് വർദ്ധിപ്പിച്ചെടുത്തോണം. ചിലർക്ക് സിനിമയിൽ അഭിനയിക്കാനാണ്, ചിലർക്ക് സീരിയൽ അഭിനയിക്കാനാണ്, ചിലർക്ക് പാടാനാണ്, ചിലർക്ക് അഭിനയിക്കാനാണ്, ചിലർക്ക് പ്രസംഗിക്കാനാണ്, ചിലർക്ക് ശുശ്രൂഷ ചെയ്യാനാണ്. അത് അവനവന് രക്ഷപ്പെടാൻ ദൈവം അവന് കൊടുത്ത കഴിവാണ്. അത് വർദ്ധിപ്പിച്ചെടുത്തോണം. പ്രാർത്ഥനയിൽ അത് ശ്രമിക്കുമ്പോൾ അത് വർദ്ധിച്ചു വരും. വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ എത്രയായി? 5 ബിസിനസ് നടത്തി പുള്ളി 5 കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. 2 താലന്ത് കിട്ടിയവൻ പരാതി പറഞ്ഞില്ല, എനിക്ക് 2 തന്നുള്ളൂ. പുള്ളിക്ക് 5 കൊടുത്തേച്ച് പോയി. അത് എന്ത് ഏർപ്പാടാണ്? അത് ഒട്ടും ശരിയായില്ല. പുള്ളിക്കൊരു നീതി വേണ്ടേ? 5 കൊടുത്ത് എനിക്ക് 5 കൂടെ തരാൻ 2 മതിയെന്നേ. 5 5 കിട്ടിയത് മതി. ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുക. 2 കിട്ടിയവൻ 5 കിട്ടിയവൻ 5 കൊടുത്തു. അതുകൊണ്ട് എന്നെ ഒട്ടും പരിഗണിച്ചില്ല, എന്നെ ബഹുമാനിച്ചില്ല, എന്നെ മൈൻഡ് ചെയ്തില്ല. ഇതെന്നെ ഏർപ്പാടാന്ന് പറഞ്ഞ് പുള്ളി സമരത്തിന് ഇറങ്ങുമല്ല ചെയ്തേ.
2 താലന്ത് കിട്ടിയവൻ 2 കൂടി നേടി. പുള്ളിയും ബിസിനസ് നടത്തി, 2 കൂടെ നേടി. ഇപ്പൊ പുള്ളിക്ക് 4 ആയി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ 1 താലന്ത് കിട്ടിയവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. പുള്ളി ഉടനെ പോയി ഒരു കുഴി ഉണ്ടാക്കി, എന്നിട്ട് അതിനകത്ത് ഇട്ട് മണ്ണിൽ കുഴിച്ചിട്ടു. പുള്ളിക്ക് അത് 1.5 ആക്കാൻ പോലും പറ്റിയില്ല, 1.25 ആക്കാൻ പോലും കഴിഞ്ഞില്ല. പുള്ളി പോയി പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങി. ഏറെക്കാലത്തിന് ശേഷം, കുറേ നാളുകൾക്ക് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. കണക്ക്, നിങ്ങൾ എന്ത് സമ്പാദിച്ചു, എന്തൊക്കെ നേടി? അപ്പോൾ 5 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി ഞാൻ 5 കൂടെ സമ്പാദിച്ചിരിക്കുന്നു. ഉടനെ പറഞ്ഞ വാക്ക് യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യാ. 2 കാര്യം വിളിച്ചേ, നല്ലവനും വിശ്വസ്തനുമായ. നിങ്ങൾക്ക് ദൈവം തന്ന താലന്തിനോട് വിശ്വസ്തത കാണിച്ചാൽ ദൈവം നിങ്ങളെ ഇരട്ടിക്ക് അനുഗ്രഹിക്കും. ദൈവം നിങ്ങൾക്ക് തന്നു. ചിലർക്ക് വണ്ടി നന്നാക്കാനുള്ള കഴിവാണ്, ചിലർക്ക് വണ്ടി മെക്കാനിക്കാണ്, ചിലർ IT ആണ്, ചിലർ ഡോക്ടറാണ്, ചിലർ എഞ്ചിനീയറാണ്, ചിലർ നയിക്കുന്ന ചിലരാണ്. ദൈവം നിങ്ങൾക്ക് തന്ന താലന്തിനെ വർദ്ധിപ്പിച്ചാൽ ദൈവം നിങ്ങളോട് വിശ്വസ്തനായവനെ ദൈവം അനുഗ്രഹിക്കുക, യജമാൻ അനുഗ്രഹിക്കുക. നല്ലവനും വിശ്വസ്തനുമായവനെ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് അനേക കാര്യങ്ങൾ നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു തരും. വിശ്വസ്തയോടെ നിൽക്കണം ദൈവസന്നിധിയിൽ. ദൈവം തന്ന അനുഗ്രഹത്തോട് ഉഴപ്പ് കാണിക്കല്ല്, അതിലൊരു അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെടണം, നല്ല ആഗ്രഹങ്ങൾ നേടിയെടുത്തോണം. ഇവിടെ ഒത്തിരി യുവാക്കളുണ്ട്. നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ ദൈവം നിങ്ങൾക്ക് തന്ന താലന്താണ്. ശപിച്ചും പ്രാഗി, എൻ്റെ അപ്പൻ അങ്ങനെയാ, എൻ്റെ അമ്മ അങ്ങനെയാ, എൻ്റെ വീട് അങ്ങനെയാ, ഞങ്ങളെ ആർക്കും ഇഷ്ടമില്ല എന്നും പറഞ്ഞ് സ്വയം ശപിച്ച് മണ്ണിൽ കുഴിച്ചിടരുത്. രക്ഷപ്പെട്ട് കയറി വരാൻ ദൈവം വഴി ഒരുക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി 2 കിട്ടിയവൻ എന്നാ വിളിച്ചു? 2 കിട്ടിയവൻ 2 കൂടെ നേടി. യജമാനന്, നീ എനിക്ക് 2 തന്നത്, ഞാൻ 2 കൂടി നേടിയിരിക്കുന്നു. അപ്പോൾ യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യാ. ഇനി 24-ാമത്തെ വാക്യം വായിച്ചേ. 1 താലന്ത് കിട്ടിയവൻ, 1 താലന്ത് കിട്ടിയവൻ വന്നു പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന്. 28-ാമത്തെ വാക്യം വായിച്ചേ. ആ താലന്ത് അവനിൽ നിന്നെടുത്ത്, അത് ശ്രദ്ധിക്കണം, അവന് കൊടുത്തതാ. ഇപ്പം അവനിൽ നിന്ന് അതെടുത്ത് 10 താലന്ത് വേറൊരാൾക്ക് കൊടുത്തു. ദൈവം നമുക്ക് തന്നത് നമ്മളിൽ നിന്നെടുത്ത് വേറൊരാൾക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ചിന്തിച്ച് നോക്കിയേ, ഞാൻ മടി പിടിച്ചും ഉഴപ്പിയും ഒരു ടൂറ് പോയി, ഒരു കല്യാണത്തിന് അങ്ങോട്ട് പോയി, ഒരു ആഘോഷത്തിനൊന്ന് തിരുവനന്തപുരം പോയി, പിന്നൊന്ന് ബാംഗ്ലൂർ പോയി, എപ്പോഴെങ്കിലും വന്നു എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ ദൈവം എനിക്ക് തന്ന താലന്ത് എടുത്തു മാറ്റി വേറൊരാൾക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം, വിശ്വസ്തരായിരിക്കണം. ഉഴപ്പിപ്പോകരുത്. ഉഴപ്പിപ്പോയാൽ ആ കഴിവ് നിങ്ങളിൽ നിന്നെടുത്ത് മറ്റൊരാളിലേക്ക് മാറ്റപ്പെട്ടു പോകാം. ദൈവം തന്നത് രക്ഷപ്പെടാനാണ്. ഒന്നും കൂടെ വായിച്ച് 28-ാമത്തെ വാക്യം. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കും. അവനിൽ നിന്ന് അത് മാറിപ്പോയി. നിങ്ങളിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ മാറിപ്പോയിട്ടുണ്ടോ? നിങ്ങളിൽ നിന്ന് ചില നന്മകൾ മാറിപ്പോയിട്ടുണ്ടോ? ചില അഭിഷേകം മാറിപ്പോയിട്ടുണ്ടോ? ദൈവം തന്ന ചിലത് നിങ്ങളിൽ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറിയിട്ടുണ്ട്. ഒന്നും കൂടെ പ്രാർത്ഥിച്ച്, നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥിച്ച്, ചില താലന്തുകൾ ദൈവം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ദൈവം തന്ന താലന്ത്, ദൈവം തന്നത് എന്തേലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ നോക്കിക്കേ. ദൈവം പഠിക്കാൻ തന്ന കഴിവ്, പാടാൻ തന്ന കഴിവ്, ശുശ്രൂഷ ചെയ്യാൻ തന്ന താലന്ത്, ബിസിനസ് ചെയ്യാൻ തന്ന താലന്ത്, കൃഷി ചെയ്യാൻ തന്ന താലന്ത്, എന്തൊക്കെയോ താലന്തുകൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ചിലർക്ക് അഭിനയിക്കാൻ, ചിലർക്ക് പാടാൻ,
ചിലർക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, ചിലർക്ക് നിയമം പഠിച്ചു കയറി വരാനുള്ള കഴിവ്, ഡോക്ടറാകാനുള്ള കഴിവ്, എൻജിനീയർ ആകാനുള്ള കഴിവ്, IT പ്രൊഫഷണൽ ആകാനുള്ള കഴിവ്, ഇങ്ങനെ ഓരോ താലന്ത് ദൈവം തന്നിട്ടുണ്ട്. കണ്ണുകളൊക്കെ നടച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ, നമ്മൾ അസൂയ കാണിച്ചും വെറുപ്പ് കാണിച്ചും പിറുപിറുത്തും കുറ്റവും കുറവും പറഞ്ഞും അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അപ്പുറത്ത് പറഞ്ഞും ഏഷണി പറഞ്ഞും അതും ഇതും പറഞ്ഞ് അവനവൻ്റെ കൃപ പലരും കളഞ്ഞു കുളിച്ചിട്ടുണ്ട്. കുരങ്ങൻ്റെ കയ്യിലെ പൂമാല പോലെ. ഒന്നും ആകാൻ പറ്റിയിട്ടില്ല പലർക്കും, എവിടെയും എത്താൻ പറ്റിയിട്ടില്ല. ഇനിയൊരു അബദ്ധമാർക്കും പറ്റരുത്, ഇനിയൊരു പരാജയം ഇത് അറിവില്ലായ്മ കൊണ്ട് വരരുത്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങൾ മാതാപിതാക്കളാകും, നിങ്ങളുടെ മക്കൾക്ക് ദൈവം ചില താലന്തുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, ദൈവമേ ഈ കൊച്ചിന് എപ്പോഴും ഫോണിൻ്റെ അഡിക്ഷനാണല്ലോ, ഇവർക്കൊരു ശ്രദ്ധയില്ലല്ലോ, എപ്പോഴും ഉറക്കമാണല്ലോ, എന്തോ ഒരു മടിയാണിത്. ഒത്തിരി ഉയരങ്ങളിൽ എത്തേണ്ട ഒരു മകൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, 2ാം നിലയിലെ ഒരു മുറിയിൽ. ഭക്ഷണം കഴിക്കാൻ സമയത്തിറങ്ങി വരും, പിന്നെ കയറിപ്പോകും, റൂം അടച്ചിട്ട് അകത്തിരിക്കുവാണ്, പുറത്തിറങ്ങത്തില്ല. ആ കുടുംബത്തിൻ്റെ അനുഗ്രഹമാകേണ്ടവൻ ഡിപ്രഷനായി മൊബൈൽ ഉപയോഗിച്ച് മുറിക്കകത്തിരിക്കുക, മിണ്ടത്തില്ല, സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കും. എന്നാ ചെയ്യാനാ? ഒത്തിരി തടിയും ഒത്തിരി വണ്ണമൊക്കെ വെച്ച ഒരു ശരീരമായിട്ട് ഇങ്ങനെ ഇരിക്കുക. ആ വീടിൻ്റെ അനുഗ്രഹം ആകാനുള്ളവനാ മടി പിടിച്ചകത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ ദൈവം ചില വരം തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വിശ്വസ്തയോടെ എടുത്ത്. ഞാൻ അങ്ങനെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവർക്ക് ദൈവം കൊടുത്ത കൃപയോട് ഭയങ്കര വിശ്വസ്തരാ. അതുകൊണ്ട് ദൈവം 5 കൊടുത്തപ്പോൾ 5 കൂടി സമ്പാദിച്ചപ്പോൾ ദൈവം അവരെ വിളിച്ചു വിശ്വസ്തനും നല്ലവനുമായ ഭൃത്യ. നിനക്ക് അനേക കാര്യങ്ങൾ നിന്നെ ഏൽപ്പിക്കും. ഒത്തിരി കാര്യങ്ങൾ ദൈവം നിങ്ങളിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വിശ്വസ്തയോടെ ആയിരിക്കുക, അത് മതി നിങ്ങൾ രക്ഷപ്പെടാൻ. 5 താലന്ത് കൊടുത്തിട്ടുള്ളൂ, 50,000 താലന്ത് കൊടുത്തിട്ടില്ല. 2 താലന്ത് കൊടുത്തിട്ടുള്ളൂ, 2 ലക്ഷം താലന്തൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ 5 കൂടി സമ്പാദിച്ച് രക്ഷപ്പെട്ടു. 2 കൊടുത്തവൻ 2 കൂടി നേടി രക്ഷപ്പെട്ടു. അധ്വാനിച്ച് രക്ഷപ്പെട്ടോണം, ഉയരങ്ങളിൽ എത്തണം. ഉയരങ്ങളിലെത്താൻ ദൈവം തന്ന കൃപകളെയൊക്കെ ഒന്ന് ഓർത്ത്. പഠിക്കാനുള്ള കഴിവ്, വിദ്യാഭ്യാസ കഴിവ്, പല കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് എടുത്ത് ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവം തന്ന കഴിവുകൾ, ദൈവം തന്ന താലന്ത് വിശ്വസ്തയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയേക്കാം. അത് നമ്മളിൽ നിന്നെടുത്ത് മറ്റൊരാളുടെ കൈകളിൽ എത്തിപ്പെട്ടേക്കാം. അതിനനുവദിക്കരുത്. ദൈവം തന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് അധ്വാനിച്ച് രക്ഷപ്പെടാൻ ഒരു നല്ല തീരുമാനമെടുത്ത് ആരും ഉഴപ്പിപ്പോകരുത്, ആരും വഴിതെറ്റിപ്പോകരുത്. 2 കരങ്ങളെയും ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? എന്നിട്ട് കണ്ണുകളെ അടച്ച് വിശ്വാസത്തോടെ ഒന്ന് പ്രാർത്ഥിക്കണം. ഇതൊരു നല്ല കാര്യമാണ്. ഇവിടെ നിൽക്കുന്ന യുവാക്കൾ എല്ലാവരും കേട്ടെ, രക്ഷപ്പെട്ടു വരണം. നിങ്ങൾക്ക് ദൈവം തന്ന താലന്ത് മടി പിടിച്ചിരിക്കരുത്. സാരമില്ല, ഇങ്ങനെ പോട്ടെ, പിന്നെ ആകട്ടെ, നാളെ ആകട്ടെ. മടി പിടിച്ചിരുന്നാൽ അത് പൊടി പറ്റി അത് നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയേക്കാം. അത് മറ്റൊരാളിൽ എത്തപ്പെടാൻ സാധ്യതയുണ്ട്. നിനക്ക് ദൈവം തന്ന അനുഗ്രഹം, ദൈവം നിനക്ക് തന്ന കൃപ, ദൈവം നിനക്ക് തന്ന അഭിഷേകം, ദൈവം നിനക്ക് തന്ന നിയോഗം അത് നഷ്ടപ്പെടുത്തരുത്. അത് മറ്റൊരാളിലേക്ക് മാറ്റപ്പെട്ടു പോകാം. ദൈവം തന്ന കൃപ 5 താലന്ത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. 5 മതി രക്ഷപ്പെടാൻ. ഒന്ന് കരങ്ങളെ ഉയർത്തി, സ്വരം ഉയർത്തി, ഒന്ന് അധരങ്ങളെ തുറന്ന് സ്തുതിച്ചു. ജീസസ്, ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് എൻ്റെ മേൽ അനുഗ്രഹങ്ങളെ അങ്ങ് മഴ പോലെ പെയ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ നദി പോലെ ഒഴുകി എന്നിലേക്ക് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ ഒരു നദി പോലെ ഒഴുകി എൻ്റെ അടുത്തേക്ക് വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വരമുയർത്തി വിളിച്ച് യേശുവേ, ജീസസ്, ജീസസ്, ഹല്ലേലൂയ. കരങ്ങളൊന്ന് ചേർത്തടിച്ച് എല്ലാവരും ഒന്ന് പാടുവാണ്. ദൈവം നമ്മെ നിർത്തിയതാ, ശബ്ദമുയർത്തി പാടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. ശക്തമായ കരമടിച്ച് ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല,
ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. പരിപൂർണമായി ആ കരം ഉയർത്തിപ്പിടിച്ച് അധരങ്ങളെ തുറന്നൊരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. വിശ്വാസത്തോടെ മനസ്സറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങ് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്. കരങ്ങളെ താഴ്ത്തി ഒരിക്കൽ കൂടി ഞാനത് പറയാം. ദൈവം നമുക്ക് തന്ന ചില അനുഗ്രഹമുണ്ട്, ചില അഭിഷേകമുണ്ട്, നിയോഗമുണ്ട്, താലന്തുകളുണ്ട്, ചില കഴിവുകളുണ്ട്. നമ്മളതിനെ ശ്രദ്ധിക്കാതിരുന്നാൽ, അതിനെ ഗൗരവമായി എടുക്കാതിരുന്നാൽ, അതിനെ നിസ്സാരമായി കണ്ടാൽ, കുറച്ചു നാൾ കഴിയുമ്പം ആ നന്മ നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടു പോയേക്കാം. അത് മറ്റൊരാളുടെ കൈവശം എത്തിപ്പെട്ടേക്കാം. ദൈവം അതെടുത്തു മാറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, ദൈവമേ, അങ്ങ് നൽകിയ ഒരനുഗ്രഹവും നഷ്ടമായി പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഞാൻ അധ്വാനിക്കാൻ തയ്യാറാണ്. എൻ്റെ നല്ല ആഗ്രഹം സാധിച്ചു കിട്ടാൻ ഞാൻ പരിശ്രമിക്കാൻ തയ്യാറാണ്. മടി പിടിച്ചിരിക്കരുത്. എല്ലാം നഷ്ടമായി പോകും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ കഴിയത്തക്ക വിധം ഇവരിലെത്തണമേ. ആമേൻ. ഇരിക്കാമോ? ഇരിക്കാം. ഹല്ലേലൂയ. ഈ വചനം ഇങ്ങനെ പറഞ്ഞ് ഇത് പ്രാർത്ഥിച്ചത് ഇത് നമുക്ക് പല സമയത്തും പ്രയോജനപ്പെടുമെന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടി ഈ വചനത്തിലൂടെ അല്പസമയം ചിന്തിക്കുവാണ്. നമ്മൾ ചിലർ പറയില്ലേ, ചിന്തിക്കാറുണ്ട്, നമ്മൾ സൂക്ഷിച്ചുകൊണ്ടാണ് അതങ്ങനെ ആയെന്ന്. നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് മാത്രമല്ല, ദൈവം നമ്മളെ സൂക്ഷിച്ചത് കൊണ്ടുകൂടിയാണ്. പല പ്രാവശ്യവും ഇതിനു മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ദൈവത്തിൻ്റെ ഒരു സൂക്ഷിപ്പുണ്ട്, ദൈവത്തിൻ്റെ ഒരു സംരക്ഷണമുണ്ട്. അത് സാധാരണ കണ്ണുകൾ കൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സംരക്ഷണമുള്ള ഒരാൾ 1000 പേരുടെ ഇടയിൽ നിന്നാലും ആ സംരക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. ലക്ഷക്കണക്കിന് വണ്ടികൾ ഓടുന്ന സ്ഥലത്തൂടെ പുള്ളി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴും അത് കിട്ടും. ഇനി പാതിരാത്രിക്ക് വണ്ടി ഓടിച്ചു വരുമ്പോഴും ആ സംരക്ഷണം ആ വ്യക്തിക്ക് കിട്ടും. അയാൾ ഉപയോഗിക്കുന്ന വാഹനത്തിനും ആരോഗ്യത്തിനും എല്ലാം കിട്ടും. ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം ഇത് ചോദിച്ചു വാങ്ങണം. എല്ലാ ദിവസവും നമുക്കിത് വേണം. അതാ മുമ്പേ പറഞ്ഞത്, ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. അതിൽ ഓരോ മാസവും 29, 30, 31 ദിവസങ്ങളുണ്ട്. അതിൽ ഒരുപാട് മണിക്കൂറുകളുണ്ട്. നിങ്ങളും ഇന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, കർത്താവേ, ഈ വർഷത്തിൻ്റെ 12 മാസത്തിലും അതിൻ്റെ ഓരോ ദിവസങ്ങളിലും ഓരോ മിനിറ്റുകളിലും ഞങ്ങളെ അങ്ങ് സംരക്ഷിക്കണമേ. സംരക്ഷണം. ഒരു കഥയുണ്ട്. ഇത് നടന്നതാണോ അല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ല, കേട്ടുകേൾവിയാണ്. ഒരു വീടാണ് ഈ കഥയിലെ ആധാരമായ കാര്യം. ഈ വീട്ടിൽ അപ്പനും അമ്മയും 2 മക്കളുമാണ് ഉള്ളത്. അവരുടെ വീട്ടിൽ ആടും പശുവും കോഴിയും താറാവ് ഇങ്ങനെ കുറേ വളർത്തുമൃഗങ്ങളൊക്കെയുള്ള ഒരു ഗ്രാമാന്തരീക്ഷമുള്ള വീടാണ്. അപ്പോൾ ആ വീട്ടിലെ മൂത്ത മകനാണ്
വീട്ടിലെ ഈ വളർത്തുമൃഗങ്ങളെയൊക്കെ ഇച്ചിരി കൂടുതൽ താല്പര്യമുള്ളത്, ഇഷ്ടമുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോൾ സമയം കിട്ടിയാലും കോഴിയുടെ കാര്യം, താറാവിൻ്റെ കാര്യം, പശുവിൻ്റെ കാര്യം, ആടിൻ്റെ കാര്യം എല്ലാം അവൻ ശ്രദ്ധിക്കും. അപ്പോൾ ആ വീട്ടിൽ ഒത്തിരി വളർത്തു കോഴികളുണ്ട്, അഴിച്ചുവിടുന്ന കോഴികളുണ്ട്. അതിനെ രാവിലെ തുറന്നു വിടും. മറ്റാർക്കും അടുത്തൊന്നും അധികം വീടുകളില്ല, അതുകൊണ്ട് ആർക്കും ശല്യമൊന്നുമില്ല. അപ്പോൾ ആ വീട്ടിൽ എല്ലാ ദിവസവും ഇവനാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് വൈകുന്നേരം സന്ധ്യയാകുമ്പം കോഴി കൂട്ടിക്കയറുമ്പം ഡോർ അടയ്ക്കും, ഇങ്ങനെ പോവും. അപ്പം മിക്കവാറും അപ്പനോ അമ്മയോ അവനോട് ചോദിക്കും, വൈകുന്നേരങ്ങളിൽ ചോദിക്കും, ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചോദിക്കും, കോഴിക്കൂട് അടച്ചായിരുന്നോ? കോഴിക്കൂട് നീ അടച്ചായിരുന്നോ? ആ, അടച്ചു. എല്ലാം കൃത്യമായിട്ട് അവൻ ചെയ്യുമായിരുന്നു. ഒരു പ്രാവശ്യം ഈ കോഴിക്കൂട് അടയ്ക്കാൻ ഈ കൊച്ചു വിട്ടുപോയി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഉണ്ട് കോഴീനെ കുറുക്കം പിടിച്ചിട്ടുണ്ട്. ചിലതൊക്കെ ചത്തുപോയി. അവിടെ എല്ലാം കോഴിയുടെ പപ്പുമൊക്കെ കിടപ്പുണ്ട്. ഭയങ്കര വിഷമമായി. അപ്പോൾ ഇതറിഞ്ഞപ്പം അപ്പനുടനെ ഒരു വടി എടുത്തുകൊണ്ട് വന്ന് ഒറ്റ അടി അവനോട് കൊടുത്ത്. നിന്നോട് ഇന്നലെ ഞാൻ ചോദിച്ചതാ, നീ കോഴിയുടെ കൂട് അടച്ചോ എന്ന് ചോദിച്ചത്. നീ അടയ്ക്കാൻ വിട്ടുപോയോണ്ടാ ഇതിനെല്ലാം കുറുക്കം പിടിച്ചുകൊണ്ട് പോയത്. അങ്ങനെ ആ വീട്ടിൽ ഈ കോഴികളൊക്കെ ചത്തുപോയപ്പം, കുറുക്കം കൊണ്ടുപോയപ്പം ആ വീട്ടിലുള്ളവർ ഒരു മരണവീട് പോലെയായിരുന്നു. അവർക്ക് ഭയങ്കര സങ്കടമായി. അവരത്രയും ഇഷ്ടപ്പെട്ട് വളർത്തുന്ന മൃഗങ്ങളൊക്കെയല്ലേ. ഭയങ്കര വിഷമമായി, സങ്കടമായി. ആ വീട്ടിലധികം 2-3 ദിവസമായിട്ട് മിണ്ടാട്ടമൊക്കെ കുറവായി എല്ലാവർക്കും. പിന്നെ സാധാരണ പോലെയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ശാന്തമായപ്പം ഈ മകൻ അമ്മയോട് ചോദിക്കുവാണ്, അമ്മ, എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ കോഴിക്കൂട് അടച്ചില്ലെന്ന് കാട്ടിക്കിടക്കുന്ന കുറുക്കൻ എങ്ങനെയാണ് ഇത് അറിഞ്ഞത്? ഇത്രയും ദിവസം ഒരു പ്രശ്നമില്ലായിരുന്നു. കൃത്യം നമ്മളൊരു ദിവസം കോഴിക്കൂട് അടച്ചില്ല. അന്ന് ഇതിനെ പിടിക്കാൻ ഈ കുറുക്കനെ ആരെ ഇത് ഇത്ര കാര്യമായിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞത്? ഇന്ന വീട്ടിൽ കോഴിക്കൂട് അടച്ചിട്ടില്ല, ഇന്ന് നല്ലൊരു ദിവസമാണെന്ന് കാട്ടിക്കിടക്കുന്ന കുറുക്കൻ എങ്ങനെ അറിഞ്ഞു? നോർമലായ ഒരു ചോദ്യമാണ്. അപ്പോൾ ആ വീട്ടിലുള്ളവർ കൊടുത്ത മറുപടി ഭയങ്കരമാണ്. ഒരു കഥയിൽ പറയുന്നതായിരിക്കാം, പക്ഷേ ആ കഥയിൽ ഇങ്ങനെ പറയുക, മറുപടി പറയുക, മോനെ, നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പം കുറുക്കൻ ഇതിൽ എല്ലാ ദിവസവും സഞ്ചരിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ കാണാറില്ലേ, കേൾക്കാറില്ലേ, പട്ടി കുരയ്ക്കുന്നത്, ഒച്ചത്തിൽ കുരയ്ക്കുന്നതൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? കുറുക്കൻ ഇതിലെ പോകുന്നുണ്ട്. നമ്മൾ വളർത്തുന്ന കോഴിക്കൂടിൻ്റെ ചുറ്റും കുറുക്കൻ മിക്ക ദിവസവും വന്നു പോകാറുണ്ട്. പക്ഷെ ഇതിൻ്റെ വാതിൽ അടച്ചിരുന്നുകൊണ്ട് ഇതിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് യാദൃശ്ചികമായി വന്നപ്പോൾ ആ ഡോർ അടച്ചിട്ടില്ല. അന്ന് കാര്യം എളുപ്പമായി. എന്തിനാ എല്ലാ ദിവസവും കൂട് അടയ്ക്കുന്നത്? എല്ലാ ദിവസവും അടയ്ക്കണം. എന്നേലും ഒരു ദിവസം അടയ്ക്കാതിരിക്കുമ്പോഴായിരിക്കും ആ തട്ടുകേട് വരുന്നത്. ഇതൊരു കഥയായിരിക്കാം, പൊട്ടക്കഥയായിരിക്കാം. നിങ്ങളോട് പറയുക, എല്ലാ ദിവസവും ദൈവത്തിൻ്റെ സംരക്ഷണം ചോദിച്ചു വാങ്ങണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ, കർത്താവേ, എൻ്റെ ശരീരത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ ജീവിത പങ്കാളി, മക്കൾ, ഞാൻ സഞ്ചരിക്കുന്ന വാഹനം, എടുക്കുന്ന തീരുമാനം, എല്ലാത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടാകണമേ. അപ്പോഴാണ് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, ഒരു ദോഷവും നിനക്ക് വരിയേല, ഒരു തിന്മയും നിനക്ക് വരിയേല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ തൊടുക പോലുമില്ല. നിങ്ങളെല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങളൊരു പ്രാർത്ഥന നിങ്ങൾ തിക്കും തിരക്കും കൂട്ടുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവേ, അനുഗ്രഹയിൽ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ, വാഹനത്തിൽ കയറി പോകുമ്പോൾ, അവർ വീടെത്തുന്നതുവരെയും അവരെ സൂക്ഷിക്കണമേ, അവരെ സംരക്ഷിക്കണമേ. ഒരാപത്തോ അപകടമോ ആക്സിഡൻറ്റോ പരിക്കോ ബൈക്കിലോ കാറിലോ ബസ്സിലോ എങ്ങനെ പോകുന്നവരായാലും അവരെ സൂക്ഷിക്കണമേ. ഇത്രയും വർഷമായിട്ടും ഈ അനുഗ്രഹയിൽ നിന്നിപ്പോൾ പ്രാർത്ഥിച്ചു പോകുന്ന ഒരാൾക്കും
ഇങ്ങനെ ഒരു ആപത്തോ അപകടമോ ആക്സിഡൻറ്റ് പറ്റിയതൊന്നും കേട്ടിട്ടില്ല. ഒരു ദൈവീക സംരക്ഷണം പലരും അനുഭവിക്കാനിട വന്നിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്ന് വരുന്ന ഒരാളോട് ചോദിച്ചു യാത്ര എങ്ങനെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പോലും ശ്രദ്ധിക്കാത്തൊരു കാര്യം, ആ വണ്ടി ഓടിക്കുന്നത് ഡ്രൈവർ പറഞ്ഞു, അവസാനം ഒരു വാക്ക് പ്രാർത്ഥിക്കാറില്ലേ, അത് ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാണ്. ചിലപ്പോൾ ഉറക്കളച്ചൊക്കെയായി വണ്ടി ഓടിച്ചു വരുന്നത്, പക്ഷെ ഞങ്ങൾ ഇവിടെ എത്തുന്നത് വരെ എന്തോ ഒരു ദൈവീക സംരക്ഷണം ഞങ്ങൾക്കുണ്ട്. ദൈവീക സംരക്ഷണം ഉറപ്പുവരുത്തണം. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് വേണം, നിങ്ങളുടെ മക്കൾക്ക് വേണം. ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു നല്ല ഒരു ജോലിയൊക്കെ കിട്ടി ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോവുകയാണ്. അന്നേരമാണ് ഒരു 3-4 ദിവസം മുമ്പാണ് ബൈക്കെടുത്ത്, പെട്ടെന്നൊരു കൂട്ടുകാരൻ വിളിച്ച് ബൈക്കെടുത്ത് അങ്ങോട്ട് പോയതാണ്. ഒരു ഇടി നടക്കുന്നു, 2 കാലിനും പരിക്ക് പറ്റുന്നു. ടിക്കറ്റ് ചാർജ് പോയി. ആ ദിവസം ഇന്ന ഡേറ്റിൽ അവിടെ എത്തേണ്ടതാണ്, അതെല്ലാം മുടങ്ങിപ്പോയി. അടുത്തെത്തിയൊരു കാര്യമാണ്. നല്ല കാര്യങ്ങൾ വരുമ്പോൾ ദൈവിക സംരക്ഷണം കൂടുതൽ പ്രാർത്ഥിച്ചു മേടിച്ചോണം. എല്ലാത്തിൻ്റെ മേലും ഇത് വേണം. ഇത് കോഴിക്കും പൂച്ചയ്ക്കും പശുവിനും മാത്രം പോരാ. കോഴിക്കൂട് അടയ്ക്കണം, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കണം, ഇത് മാത്രം പോരാ. 1000 ഇരട്ടി മനുഷ്യരായ നമുക്ക് സർവശക്തൻ്റെ സംരക്ഷണം വേണം. ദൈവത്തിൽ നിൽക്കുന്നവനെ ദൈവം സൂക്ഷിക്കും. ഒരു വാക്യം വായിച്ചേ, യേശയ്യ 62 അധ്യായം 6 വാക്യം വായിച്ചേ. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 62:6. ദൈവം സംരക്ഷിക്കുമോ? പ്രാർത്ഥിക്കുന്ന ദൈവം നിങ്ങളെ സൂക്ഷിക്കുമോ? യേശയ്യ 62:6. നിങ്ങൾക്ക് ഇതൊക്കെ നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്തോ. ഈ വചനം എഴുതി വെച്ചോ. ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിരിക്കുന്നു. ദൈവം പറയുവാണ്, ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ പട്ടാളക്കാരെ വച്ചിട്ടുണ്ട്, കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായിരിക്കുകയില്ല. അവർ ഉറങ്ങത്തില്ല, അവരിങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കും. ജെറുസലേമേ, നിന്നെ സൂക്ഷിക്കാൻ നിന്റെ മതിലിൻ്റെ അപ്പുറത്ത് ഞാൻ കാവൽക്കാരെ വെച്ചിട്ടുണ്ട്. ദൈവം ചില കാവൽ നമുക്ക് തരുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. വചനം എഴുതിയിട്ടുണ്ട്, വചനത്തിലുണ്ട്, ദൈവമേ, അങ്ങയുടെ ആയുധങ്ങൾ എന്തിയ ദൂതന്മാരെ ഞങ്ങൾക്ക് കാവലായി നിയോഗിക്കണമേ. എല്ലാ ബുധനാഴ്ചയും ഇവിടെ 6:30 ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങി എല്ലാ ബുധനാഴ്ച വൈകുന്നേരം 6:30 വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കും. 7:30 ഇതിലെ നടന്നു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, അനുഗ്രഹ എന്ന ഈ പുണ്യഭൂമിക്ക് ചുറ്റും ആയുധങ്ങളെത്തിയ ദൂതന്മാരുടെ കാവലുണ്ടാകണമേ. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അങ്ങയുടെ ആയുധങ്ങളെത്തിയ കാവൽ ദൂതന്മാരെ ഏർപ്പെടുത്തണമേ. ബൈബിൾ പറയുന്നു, ജെറുസലേമേ, നിന്റെ മതിലുകളിൽ ഞാൻ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. അവർ ഒരിക്കലും രാത്രിയോ പകലോ നിശബ്ദരായി ഉറങ്ങുകയില്ല. അവർ ആക്റ്റീവായി നിൽക്കും എന്ന് പറഞ്ഞ് ഹാലേലൂയ. ഒരു കരം ഉയർത്തി, ശബ്ദം ഉയർത്തി ഉറക്കിയൊന്ന് പറഞ്ഞ് ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. ഇതൊക്കെ ആവശ്യമാകട്ടോ. നമ്മുടെ ജീവിതത്തിന്, സമ്പത്തിന്, ആരോഗ്യത്തിന് എല്ലാം ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൽ നിൽക്കുന്നവന് ഈ സംരക്ഷണം കിട്ടും. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 5 അധ്യായം 2 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. ദൈവം ഒരാൾക്ക് സംരക്ഷണം കൊടുക്കും, സംരക്ഷണം കൊടുക്കാതെ ഇരിക്കും. ഈ ഭാഗം വായിച്ച് വേഗത്തിലൊന്ന് വായിക്കുകയാണ്. യേശയ്യ പ്രവാചകന്റെ പുസ്തകം 5 അധ്യായം 2 വാക്യം. അവനത് കിളച്ച് കല്ലുകൾ നീക്കി. ഇനി 5 അധ്യായത്തിന്റെ 1 വാക്യം ഒന്ന് വായിച്ചേ. എൻ്റെ പ്രിയന് വേണ്ടി അവനു തൻ്റെ മുന്തിരിത്തോട്ടത്തിന് നേരെയുള്ള സ്നേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ ഒരു ഗാനം ആലപിക്കട്ടെ. വളരെ ഫലപുഷ്ടിയുള്ള കുന്നിൽ എൻ്റെ പ്രിയന് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഒരു മുന്തിരിത്തോട്ടം. അവനത് കിളച്ച് കല്ലുകൾ നീക്കി, കല്ലൊക്കെ പെറുക്കിക്കളഞ്ഞ് വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. ഏത് മുന്തിരിച്ചെടി നട്ടുപിടിപ്പിച്ചു? ഏറ്റവും നല്ല ഹൈബ്രിഡ് സാധനം, ഏറ്റവും ഹൈബ്രിഡായ മുന്തിരിച്ചെടി, നല്ല ഫലപുഷ്ടിയുള്ള വിശിഷ്ടമായ മുന്തിരിച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. അതിന്റെ മധ്യത്തിൽ അവൻ ഒരു കാവൽ മാടം പണിതു, മുന്തിരിച്ചെക്ക് കുഴിച്ചിട്ടു. അത് വിശിഷ്ടമായ മുന്തിരിപ്പഴം നൽകുമെന്ന്
അവൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് പുറപ്പെടുവിച്ചത് കാട്ടുമുന്തിരിപ്പഴമാണ്. നട്ടപ്പ് നല്ല മുന്തിരിയായിരുന്നു, പ്രതീക്ഷിച്ചത് നല്ല കായാണ്. പക്ഷെ ലഭിച്ചത് വേറും പുളിയും കയ്പൊക്കെയുള്ള കാട്ടുമുന്തിരി, വിഷക്കായ കായ്ച്ചത്. അപ്പോൾ ദൈവം എന്തു ചെയ്തു എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി വായിക്കേണ്ടതാണ് 5-ാമത്തെ വാക്യം. ഈ മുന്തിരിത്തോപ്പിനോട് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇപ്പൊ പറയാം, ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ്. അയ്യോ, അതിന് ചുറ്റും ഒരു വേലി ഉണ്ടായിരുന്നു. ഞാനത് പൊളിച്ചു കളയൂന്ന്, ഞാനത് പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കും. നാശത്തിന്, അതിൻ്റെ വേലി പൊളിച്ചു കളയൂന്ന്. ശ്രദ്ധിച്ചേ, ഇതിൻ്റെ നേരെ മറുവശമുണ്ട്. പ്രതീക്ഷിച്ചതിന് വിപരീതം സംഭവിച്ചപ്പോഴാണ് മതിൽ പൊളിച്ചത്. ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചു നിന്നാൽ, പ്രാർത്ഥനയിൽ നിന്നാൽ, ദൈവവചനത്തിൽ നിന്നാൽ, അവന് ചുറ്റും, അവൻ്റെ കുടുംബത്തിന് ചുറ്റും ദൈവം കെട്ടിയ വേലി ഒരു കാലത്തും പൊളിച്ചു കളയുകയില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ ഇരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിന് ചുറ്റും ദൈവം കെട്ടിയ ഒരു വേലി ഉണ്ടെന്ന്. സാധാരണ കണ്ണുകൾ കൊണ്ടത് കാണാൻ കഴിഞ്ഞില്ലേലും ദൈവ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ആ വേലി കാണാൻ കഴിയും. ദൈവം കെട്ടുന്നൊരു വേലിയുണ്ട്. ഇനി അടുത്തത്, അതിൻ്റെ മതിലുകൾ ഞാൻ ഇടിച്ചു തകർക്കും, തോട്ടം ചവിട്ടി മെതിക്കപ്പെടും. ഞാൻ അതിനെ ശൂന്യമാക്കും. അതിനെ വെട്ടിയൊരുക്കുകയോ അതിൻ്റെ ചുവട് കിളയ്ക്കുകയോ ചെയ്യുകയില്ല. അവിടെ മുൾച്ചെടികളും മുള്ളുകളും വളരും. അതിന്മേൽ മഴ വർഷിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് ആജ്ഞാപിക്കും. ഒന്ന് മഴ പെയ്യരുതെന്നും നശിപ്പിക്കപ്പെട്ട് പോട്ടെ എന്നും ഞാൻ കൽപ്പിക്കും. അതിനെ നാശത്തിന് വിട്ടുകൊടുക്കും. ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. ദൈവവചനം കേട്ടിവിടെ ഇരിക്കുമ്പം, ഈ വചനം എവിടെയിരുന്നെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെ ദൈവം തകർന്നു പോകാൻ വിട്ടുകൊടുക്കത്തില്ല കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട്, നാശത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയില്ലെന്ന്. ഒരു തകർച്ചയ്ക്കും നിങ്ങളെ വിട്ടുകൊടുക്കത്തില്ല. ദൈവം കെട്ടിയ ഒരു വേലി അതിൻ്റെ ചുറ്റുമുണ്ട്. നിങ്ങളുടെ മക്കൾ എവിടെയാണ്? കാനഡയിലാണ്, UK-യിലാണ്, അമേരിക്കയിലാണ്, സ്കോളർഷിപ്പോടെ അവിടെ പഠിക്കുവാണ്, ബാംഗ്ലൂരാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അകലെയാണെങ്കിലും ദൈവമേ, അവരുടെ ചുറ്റും ദൈവമേ അങ്ങ് കെട്ടിയൊരു വേലി ഉണ്ടായിരിക്കണമേ. ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് തയ്യാറാകാം. എന്നിട്ട് ഈ പ്രാർത്ഥന ഇതാണ്: എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. മക്കൾക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം വേണം. ഒരിക്കലും ഒരു പിതാവ് ഭയങ്കരമായി ഇവിടെ വന്ന് കരഞ്ഞു. കരഞ്ഞതിൻ്റെ എന്താ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ മകൻ അവൻ സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കണ്ടു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ഇവനിത് വലിക്കാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിലായി. ഇവനാകെ ഭയങ്കര ഇതിന് അഡിക്ഷനാണ്. ഇപ്പോഴാണ് അവരറിയുന്നത്. എന്തു ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ വരണ്ട് പകച്ച് നടക്കുവാണ്. വളരെ ചെറിയ മകൻ സിഗരറ്റ് പോലെ നിർത്താൻ പറ്റാത്തൊരവസ്ഥയിലായി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് പല സ്ഥലങ്ങളിലാണ്. അവിടെയൊക്കെ ഒരു ദൈവിക സംരക്ഷണമുണ്ടെങ്കിലേ തകർന്നു പോകാതെ, നശിച്ചു പോകാതെ അവരെ എത്തേണ്ടിടത്ത് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ദൈവിക സംരക്ഷണം വേണം. നിങ്ങളുടെ മക്കളെ കണ്ണ് കാണിച്ചും കൈ കാണിച്ചും കാല് കാണിച്ചും ആംഗ്യം കാണിച്ചും വളച്ചും ഒടിച്ചും ഒക്കെ കൊണ്ടുപോകാൻ പല കണ്ണുകളും പല ബുദ്ധിയും പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പലരും നല്ല ഉദ്ദേശമല്ല, പലർക്കും ഇടിച്ച് തകർക്കാനാണ് പലരുടെയും ലക്ഷ്യം. പലതും വരുന്നത് നല്ല ഉദ്ദേശത്തിൽ പോലും അല്ല. ചിലർക്കേ അത് പിടികിട്ടത്തുള്ളൂ. ചിലർക്ക് നല്ല അനുഭവം വരുമ്പോഴേ പിടികിട്ടത്തുള്ളൂ. അയ്യോ, ഇത് ചതിയായിരുന്നല്ലോ, ഇത് ചതിയായിരുന്നല്ലോ, പുള്ളിയുടെ ഉദ്ദേശം കറക്റ്റ് അല്ലായിരുന്നല്ലോ. പിന്നീടാണ് പലർക്കും പിടികിട്ടിയത്. പ്രിയപ്പെട്ടവരെ, ദൈവിക സംരക്ഷണയിലാണ് ഒരു കാര്യം ഞാൻ പറയാം. 10 മിനിറ്റ് വേണ്ട, 15 മിനിറ്റിനുള്ളിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് പിടികിട്ടും ഈ വരുന്നത് ചതിയാണ്, നല്ല ഉദ്ദേശമല്ല, പുള്ളി വരുന്നത് ഇടിച്ച് തകർക്കാനും ഇല്ലാതാക്കാനുമാണ്. ഒരാളെ കണ്ടുമുട്ടുന്ന 15 മിനിറ്റിനുള്ളിൽ ഒരാൾക്ക് പിടികിട്ടും. എങ്ങനെ പിടികിട്ടുന്നു? അസാമാന്യ ബുദ്ധിയുള്ളതുകൊണ്ടല്ല. ആ വ്യക്തി നിൽക്കുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണയിലായതുകൊണ്ടാണ്. ഒരിക്കൽ കൂടി മടുപ്പില്ലാതെ, മടുപ്പില്ലെങ്കിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കുമോ?
ക്ഷീണവും അടുപ്പൊക്കെയാണ് ഇരുന്നു കൊള്ളുക. നിങ്ങളുടെ സാഹചര്യം പോലെ മതി. എഴുന്നേറ്റ് നിൽക്കുന്നത് ഒന്ന് പ്രാർത്ഥിക്കാനാണ്. നമ്മളിപ്പോൾ കണ്ടു ദൈവത്തിൻ്റെ സംരക്ഷണം. തകർന്നു പോകേണ്ട പല സമയത്തും, നശിച്ചു പോകേണ്ട പല സമയത്തും ദൈവം നമ്മളെ ഉള്ളം കയ്യിലെന്ന പോലെ കരുതിയിട്ടുണ്ട്. സത്യമാണ്. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, മരണഭയമുണ്ടാകത്തക്ക വിധം അത്രമാത്രം ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു, അത്രമാത്രം ഞങ്ങൾ തകർന്നുപോയി. പക്ഷേ മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിച്ചതുകൊണ്ട് ആ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. കണ്ണുകളൊക്കെ നടക്കുമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാനൊരു മുന്തിരിത്തോട്ടം നട്ടു, വിശിഷ്ടമായ മുന്തിരി അവിടെ നട്ടു, വേണ്ടതൊക്കെ ചെയ്തു, പക്ഷെ കായ്ച്ചത് കാട്ടുമുന്തിരിയാണ്. ഞാനതിൻ്റെ വേലി പൊളിച്ചു കളയും. അതിൻ്റെ വേലി, ദൈവമേ, അങ്ങയുടെ വചനത്തിൽ നിൽക്കുന്ന, പ്രാർത്ഥനയിൽ നിൽക്കുന്ന, ആരാധനയിൽ നിൽക്കുന്ന, ഈ സമയത്ത് ഈ വചനം കേൾക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിന് ചുറ്റും അങ്ങ് കെട്ടിയിരിക്കുന്ന വേലി പൊളിച്ചു കളയാൻ ഇടയാകരുതേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും, ഞങ്ങളുടെ ബിസിനസ്സിന് ചുറ്റും, ഞങ്ങളുടെ തീരുമാനങ്ങൾക്ക് ചുറ്റും ദൈവം കെട്ടിയ ചില വേലികളുണ്ട്. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത്. ദൈവത്തിൻ്റെ സംരക്ഷണം ആവശ്യമാണ്. അതോരോ ദിവസവും ചോദിച്ചു വാങ്ങണം. വീടിന് ചുറ്റും, സമ്പത്തിന് ചുറ്റും, ആരോഗ്യത്തിന് ചുറ്റും, വിദ്യാഭ്യാസത്തിന് ചുറ്റും എല്ലാം ഈ ദൈവിക സംരക്ഷണം വേണം. ചിലരൊക്കെ വലിയ ചതിയിൽപ്പെട്ടുപോയി. ചിലരുടെ ജീവിതം ചിലർ ചതിച്ചു കളഞ്ഞു, നശിപ്പിച്ചു കളഞ്ഞു. എങ്ങും എവിടെയൊക്കെയോ നല്ല നിലയിൽ എത്തേണ്ടവർ എവിടെയും എത്താതെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നു. ചില സമയത്ത് ദൈവത്തിൻ്റെ സംരക്ഷണം കിട്ടാതെ പോയതാണ് നിന്റെ തകർച്ചയ്ക്കൊരു കാരണമായത്. ഇനി ഒരിക്കലും പഴയതുപോലെ ആകരുത്. ഇന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, ഒരു വർഷത്തിൻ്റെ 12 മാസങ്ങളിലും അതിൻ്റെ ഓരോ ദിവസങ്ങളിലും ഓരോ മിനിറ്റുകളിലും നിന്റെ സംരക്ഷണത്തെ ഞാൻ ചോദിച്ചു വാങ്ങുന്നു. ഹല്ലേലൂയ. 2 കരങ്ങളെയും ഉയർത്തിപ്പിടിച്ച്, എല്ലാ അധരങ്ങളും തുറന്ന് കരങ്ങളെ ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ദൈവിക സംരക്ഷണം ഉണ്ടാകണമേ. ആപത്തോ, അപകടമോ, ദുർമരണമോ, മൂപ്പെത്താത്ത മരണമോ, പകർച്ചവ്യാധികളോ, തകർച്ചകളോ, നഷ്ടങ്ങളോ, ചതികളോ വരാതെ ഞങ്ങളെ സൂക്ഷിക്കണേ. മന്ത്രവാദത്തിന്റെ, കൂടോത്രത്തിന്റെ, ക്ഷുദ്രപ്രയോഗത്തിന്റെ, അസൂയയുടെ എല്ലാ വിപത്തുകളിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിലവിളി ഉയരാൻ പാടില്ല. ഞങ്ങളുടെ കുടുംബം തകർന്നു പോകാൻ പാടില്ല. തമ്മിത്തല്ലി ചെതറിപ്പോകാൻ പാടില്ല. ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയണം. ദീർഘായുസ് ലഭിക്കണം. ഒന്ന് കരങ്ങൾ ഉയർത്തി, അധരങ്ങളെ തുറന്ന് ശബ്ദം ഉയർത്തി ഉറക്കെ ഒന്ന് സ്തുതിച്ച്, ജീസസ്, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ദൈവിക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ 2 വരികൾ പാടുമോ? എന്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ തലോടുവാൻ യേശുവെ പോലെ ആരെ കണ്ടില്ല. കരങ്ങളെ താഴ്ത്തി. എന്റെ ഹൃദയത്തെ തൊടുവാൻ, മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം ജീവിതത്തിലെ യേശുവെ ഞാൻ ഒരിക്കലും നനച്ചതില്ല. 10,000-ൽ അതിശ്രേഷ്ഠൻ, എനിക്കേറ്റം പ്രിയമുള്ള നാഥൻ. കണ്ണുകളടച്ച് ഇത് പറയുമ്പോൾ ഒന്ന് കേട്ടെ. ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിലുണ്ടല്ലോ, 10 ലക്ഷം പേരുടെ ഇടയിൽ നിന്നാലും അത് കിട്ടിക്കൊണ്ടിരിക്കും. 1 കോടി വണ്ടിയുടെ ഇടയ്ക്കൂടെ വണ്ടി ഓടിച്ചു പോകേണ്ടി വന്നാലും നിനക്കത് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു പരിക്കോ, ഒരാൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ വാഹനത്തെ നോക്കിയോ ഒരാളും ചീത്തയോ വഴക്കോ പറയത്തില്ല. എന്തോ ഒരു പ്രത്യേക ദൈവിക സംരക്ഷണം അതെനിക്കും നിങ്ങൾക്കും കിട്ടാനിടവരട്ടെ.